നമസ്കാരം. സാഗരി റൈസ് പ്ലസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്കെലട്ടൺ ഓഫ് ദി അപ്പർ ലിംബാണ്. അപ്പോൾ അപ്പർ ലിംബ് എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ കൈകളാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കൈകൾക്കകത്തുള്ള ബോൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സ്കെലട്ടൺ ഓഫ് ദി അപ്പർ ലിംബ് എന്ന് പറയുമ്പോൾ ഈ സ്കെലട്ടൺ, ഈ അപ്പർ ലിംബിലുള്ള രണ്ട് കൈകളും, ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും നമ്മുടെ റൈറ്റ് ഹാൻഡും നമ്മുടെ ബോഡി, നമ്മുടെ മെയിൻ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കെലട്ടൺ, ഈ ഒരു അപ്പർ ലിംബിലുള്ള സ്കെലട്ടൺ, നമ്മുടെ രണ്ട് കൈകളിലെയും ബോൺസ് നമ്മുടെ ഈ ട്രങ്കിലേക്ക്, അപ്പോൾ ഇതാ ട്രങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ റീജിയൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ ട്രങ്കിലേക്ക് അറ്റാച്ച് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഈ ഷോൾഡർ ജോയിൻസ് കൊണ്ടാണ്. അപ്പോൾ ഈ ഷോൾഡർ ജോയിൻസ് അല്ലെങ്കിൽ ഷോൾഡർ ഗേർഡിൽ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഷോൾഡർ ഗേർഡിൽ അല്ലെങ്കിൽ പെക്ടോറൽ ഗേർഡിലേക്ക് ഈ രണ്ട് അപ്പർ ലിംബുകളും ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഷോൾഡർ ജോയിൻസ് അല്ലെങ്കിൽ ഷോൾഡർ ഗേർഡിൽ രണ്ട് ടൈപ്പ് ഓഫ് ബോൺസ് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ബോണ് ക്ലേവിക്കിൾ, രണ്ടാമത്തേത് സ്കാപ്പുല. അപ്പോൾ ക്ലേവിക്കിളും സ്കാപ്പുലയും കൂടി കൊണ്ട് മേടി തേക്കുന്ന ഈ ഷോൾഡർ ഗേർഡിലേക്കാണ് നമ്മുടെ രണ്ട് അപ്പർ ലിംബുകളും വന്നിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ അപ്പർ ലിംബിലുള്ള ബോൺസ് എല്ലാം കൂടി എണ്ണി നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 30 ബോൺസ് ആണ് ഉള്ളത്. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പർ ലിംബിലെ ബോൺസിന്റെ എണ്ണം എത്രയാണ്? 30 എണ്ണമാണ്. അപ്പോൾ അപ്പർ ലിംബിൽ ഏതൊക്കെ വരും? നമ്മുടെ ആം വരും, ഫോർ ആം വരും, ഹാൻഡ് വരും, ഫിംഗേഴ്സ്, കാര്യങ്ങളൊക്കെ ഹാൻഡിൽ തന്നെയാണ് ഫിംഗേഴ്സ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൺസിസ്റ്റ് ചെയ്തിട്ട് 30 ബോൺസ് ആണ് അപ്പർ ലിംബിനകത്ത് ഉള്ളത്. അപ്പോൾ ബോൺസിന്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ അപ്പർ ലിംബ് ഇതാ ഇവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ക്ലേവിക്കിൾ ഇവിടെ ഉണ്ട്. നമ്മൾ ബ്യൂട്ടി ബോൺ എന്നൊക്കെ വിളിക്കുന്ന ബോണാണ് ക്ലേവിക്കിള്. ദെൻ അത് കഴിഞ്ഞ് സ്കാപ്പുല ഉണ്ട്. ബാക്ക് വശത്ത്, നമ്മുടെ മുതുക് വശത്ത് സ്കാപ്പുല, രണ്ട് വശത്തായിട്ട് സ്കാപ്പുല കാണാം. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ അപ്പർ ലിംബ് വരികയാണ്. അപ്പോൾ അപ്പർ ലിംബ് എന്താണ്? ഈ ക്ലേവിക്കിളും അതുപോലെ തന്നെ സ്കാപ്പുലയും കൂടി കൊണ്ട് മേടിതിരിക്കുന്ന ഷോൾഡർ ഗേർഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് പേരുകൾ ഒരുപോലെ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലേവിക്കിളിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലേവിക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളാർ ബോൺ, നമ്മൾ ബ്യൂട്ടി ബോൺ എന്ന് വിളിക്കാറുണ്ട്. ആൾ മെലിഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഈ കോളർ ബോൺ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ കോളാർ ബോൺ അല്ലെങ്കിൽ ക്ലേവിക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ ഗേർഡിന്റെ ആന്റീരിയർ പാർട്ടിൽ കാണുന്ന ബോണാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ക്ലേവിക്കിളിന്റെ വേറൊരു പേരെന്താണ്? കോളാർ ബോൺ എന്നാണ്. ക്ലേവിക്കിൾ അല്ലെങ്കിൽ കോളാർ ബോണ് നമ്മുടെ ഷോൾഡർ ഗേർഡിലിന്റെ ആന്റീരിയർ പാർട്ടിൽ കാണുന്ന ബോണാണ്. ഇനി ഈ ബോണിന്റെ പ്രത്യേകത എന്താണ്? ലോങ് ആയിട്ടുള്ള ബോണാണ്, അതുപോലെ തന്നെ കർവ്ഡ് ബോണാണ്. ചെറിയൊരു കർവോട് കൂടി കാണുന്ന ബോണാണ് ക്ലേവിക്കിൾ അല്ലെങ്കിൽ കോളാർ ബോൺ. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ ഈ ഒരു ഇമേജിൽ ഇതാ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ബോണാണ് ക്ലേവിക്കിൾ എന്ന് വിളിക്കുന്ന ബോൺ അല്ലെങ്കിൽ കോളാർ ബോൺ. അപ്പോൾ ഈ ക്ലേവിക്കിളിന് രണ്ട് ഭാഗമുണ്ട്. അതായത് ഇതാ ക്ലേവിക്കിൾ ഇതാ ഇവിടെ ഒരു ഭാഗമുണ്ട്, അതുപോലെ ഇവിടെ ഒരു ഭാഗമുണ്ട്. രണ്ട് എക്സ്ട്രിമിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന എക്സ്ട്രിമിറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാലിനെ എക്സ്ട്രിമിറ്റി എന്ന് പറയും, കൈകളിലേക്ക് എക്സ്ട്രിമിറ്റി എന്ന് പറയും. ആ എക്സ്ട്രിമിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്, ബോൺസിന്റെ എക്സ്ട്രിമിറ്റി ആണ് പറയുന്നത്. അപ്പോൾ ആ ബോൺസിന് രണ്ട് എക്സ്ട്രിമിറ്റി ഉണ്ട്. മീഡിയൽ എക്സ്ട്രിമിറ്റി ഉണ്ട്, ലാറ്ററൽ എക്സ്ട്രിമിറ്റി ഉണ്ട്. അപ്പോൾ ഈ മീഡിയൽ എക്സ്ട്രിമിറ്റി ഒരെണ്ണം എന്ന് വെച്ചാൽ സ്റ്റേർണൽ എക്സ്ട്രിമിറ്റി ആണ്. അപ്പോൾ അത് എപ്പോഴാണ് സ്റ്റേർണൽ എക്സ്ട്രിമിറ്റി ആവുന്നത്? നമ്മുടെ സ്റ്റേർണവുമായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്ന റീജിയണ് നമ്മൾ സ്റ്റേർണം എക്സ്ട്രിമിറ്റി എന്ന് വിളിക്കും. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ദാ ക്ലേവിക്കിൾ വന്ന് സ്റ്റേർണവുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നിടത്തൊരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് എന്താ? സ്റ്റേർണൽ എക്സ്ട്രിമിറ്റി. ഇങ്ങോട്ടുള്ളതിനെയാണ് നമ്മൾ സ്റ്റേർണൽ എക്സ്ട്രിമിറ്റി. സ്റ്റേർണത്തിലേക്ക് നീണ്ടു പോയിരിക്കുന്ന ആ ഒരു ക്ലേവിക്കിളിന്റെ റീജിയമാണ് മീഡിയൽ എക്സ്ട്രിമിറ്റി. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു ജോയിന്റ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. സ്റ്റേർണോ ക്ലേവിക്കുലാർ ജോയിന്റ് എന്ന് പറയുന്ന ഒരു ജോയിന്റ് അവിടെ ഫോം ആക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് എക്സ്ട്രിമിറ്റി. ഇനി രണ്ടാമത്തെ ലാറ്ററൽ ആയിട്ടുള്ള എക്സ്ട്രിമിറ്റി ആണ് അക്രോമിയൽ എക്സ്ട്രിമിറ്റി. അപ്പോൾ അക്രോമിയൽ എക്സ്ട്രിമിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അക്രോമിയനിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ റീജിയനെയാണ് നമ്മൾ അക്രോമിയൽ എക്സ്ട്രിമിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദാ സ്റ്റേർണവുമായിട്ട് ഇവിടെ വന്നൊരു അറ്റാച്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള എൻഡ് എവിടെയാണ്? ദാ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്കാപ്പുലയുടെ എൻഡിലുള്ള അക്രോമിയനുമായിട്ടാണ് ആ ഒരു ജോയിന്റ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ആ ജോയിന്റിനെ നമ്മൾ അക്രോമിയോ ക്ലേവിക്കുലാർ ജോയിന്റ് എന്ന് വിളിക്കുന്നു. ആ എക്സ്ട്രിമിറ്റി അങ്ങോട്ടേക്ക് പോകുന്ന ക്ലേവിക്കിളിനെ എന്തെന്ന് വിളിക്കുന്നു? അക്രോമിയൽ എക്സ്ട്രിമിറ്റി എന്നും വിളിക്കുന്നു. രണ്ടും മറന്നു പോകരുത്. ഒന്ന് സ്റ്റേർണൽ എക്സ്ട്രിമിറ്റി, രണ്ടാമത്തേത് അക്രോമിയൽ എക്സ്ട്രിമിറ്റി.
ഇനി എന്താണ് ക്ലേവിക്കിളിന്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. ക്ലേവിക്കിളിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? നമ്മുടെ മസിൽസിനെയും അതുപോലെ തന്നെ ബോൺസിനെയും ഒക്കെ ഒരു അറ്റാച്ച്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങോട്ടേക്കൊക്കെ ഉള്ള മസിലും ബോണും ആയിരിക്കും? നമ്മുടെ നെക്കിന് താഴേക്കുള്ള മസിൽസ്, അതുപോലെ ഷോൾഡറിലുള്ള ബോൺസ്, ഇതിനെയൊക്കെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യുക, അറ്റാച്ച് ചെയ്ത് നിർത്തുക എന്നുള്ള ഫംഗ്ഷൻ ആര് ചെയ്യുന്നതാണ്? ക്ലേവിക്കിൾ ചെയ്യുന്നതാണ്. പ്രൊവൈഡ്സ് അറ്റാച്ച്മെന്റ് ഫോർ മസിൽസ് ഓഫ് ദ നെക്ക് ആൻഡ് ഷോൾഡർ. അപ്പോൾ മസിൽസിനും നെക്കിലേക്കുള്ള മസിൽസിനും അതുപോലെ ഷോൾഡറിലേക്കുള്ള മസിൽസ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആം വന്ന് ചേരണമെങ്കിൽ ഇവിടെ ക്ലേവിക്കിളും സ്കാപ്പുലയും തമ്മിൽ വന്ന് ജോയിൻ ചെയ്തൊരു ഒരു സോക്കറ്റ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ആമിന്, ഇവിടുത്തെ ആമിന്, ഹ്യൂമറസിന് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു അറ്റാച്ച്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ക്ലേവിക്കിൾ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ എന്താണ്? നമുക്ക് ന്യൂറോ വാസ്കുലർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മുടെ അപ്പർ ലിംബിലേക്കൊക്കെ ന്യൂറോ വാസ്കുലർ സ്ട്രക്ചേഴ്സ് പോകണമെങ്കിൽ ബ്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട്, അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് പോവാനായിട്ട്, സപ്ലൈ ചെയ്യാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നു? ക്ലേവിക്കിൾ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞത് എന്താണ്? ആക്സിയൽ സ്കെൽട്ടനിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കാൻ, അപ്പർ ലിംബിന് ഒരു ഫോഴ്സ് കൊടുക്കാനായിട്ട് ഈ ഒരു ക്ലേവിക്കിൾ സഹായിക്കുകയാണ്. ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സ്കെൽട്ടനെയാണ് നമ്മൾ ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആക്സിയൽ സ്കെൽട്ടനിലേക്ക് ഈ കൈകളിൽ നിന്നുള്ള ഫോഴ്സ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നു? ക്ലേവിക്കിൾ സഹായിക്കുന്നു. അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് ഓർത്തിരിക്കാം. നെക്സ്റ്റ് പറയുന്ന ഫംഗ്ഷൻ നമ്മളുടെ ഫങ്ഷണൽ മൂവ്മെന്റിന് ക്ലേവിക്കിൾ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്കിപ്പോൾ ഓരോ മൂവ്മെന്റ്സ് ഉണ്ട്. നമുക്ക് എന്താണ്? ചാടണം, ഓടണം എന്നൊക്കെ ഉള്ളത് ഫങ്ഷണൽ മൂവ്മെന്റ്. അതുപോലെ ഒരു സാധനം എടുക്കണം, എങ്ങോട്ടൊക്കെയും ഒരു പ്രഷർ കൊടുക്കണം എന്നൊക്കെ ഉള്ളതും ഫങ്ഷണൽ മൂവ്മെന്റ് പെടുന്നതാണ്. അപ്പോൾ ഈ ഫങ്ഷണൽ മൂവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടും ഒരു എസെൻഷ്യൽ റോള് ക്ലേവിക്കിൾ ചെയ്യുന്നുണ്ട്. അടുത്തത് പറയുന്നത് നമ്മുടെ ആക്സിയൽ സ്കെലിട്ടനും പെക്ടോറൽ ഗേർഡിലും. ഇത് നമ്മുടെ ആക്സിയൽ സ്കെലിട്ടൻ, അതുപോലെ പെക്ടോറൽ ഗേർഡിൽ എന്താണ്? ഇവിടത്തെയാണ് പെക്ടോറൽ ഗേർഡിൽ. അപ്പൊ പെക്ടോറൽ ഗേർഡിൽ നമ്മുടെ ആക്സിയൽ സ്കെലിട്ടനും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നു? ക്ലേവിക്കിൾ സഹായിക്കുന്നു. അപ്പൊ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്കെൽട്ടൻ നോക്കിയാൽ റെഡ് കളറിൽ ക്ലേവിക്കിൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് ആക്സിയൽ സ്കെൽട്ടൻ. അപ്പൊ അത് തമ്മിലൊരു കണക്ഷൻ ആര് പ്രൊവൈഡ് ചെയ്യാണ്? ക്ലേവിക്കിൾ പ്രൊവൈഡ് ചെയ്യാണ്. ആക്സിയൽ സ്കെൽട്ടനും അതുപോലെ നമ്മുടെ പെക്ടോറൽ ഗേർഡിലും തമ്മിലുള്ള ഒരു കണക്ഷൻ കൊടുക്കാനായിട്ട് ക്ലേവിക്കിൾ സഹായിക്കുന്നു. അപ്പൊ ഫങ്ഷൻസും പഠിച്ചോളണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കാപ്പുലയെ പറ്റിയിട്ടാണ്. അപ്പോൾ ക്ലേവിക്കിളും സ്കാപ്പുലയും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഷോൾഡർ ഗേർഡിൽ ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ക്ലേവിക്കിൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് പോകുന്നത് സ്കാപ്പുലയിലേക്കാണ്. അപ്പോൾ സ്കാപ്പുല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ ഗേർഡിലിന്റെ പോസ്റ്റീരിയർ ഭാഗത്ത്, ബാക്ക് ഭാഗത്ത് കാണുന്ന ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോണാണ് സ്കാപ്പുല. അപ്പൊ ഈ സ്കാപ്പുലയ്ക്ക് റിബ്സുമായിട്ട് അറ്റാച്ച് ഉണ്ട്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. റെഡ് കളറിൽ സ്കാപ്പുല കൊടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് നമ്മളുടെ റിബ്സ്. അപ്പൊ ഈ സ്കാപ്പുലയും ഈ റിബ്സും തമ്മിൽ എന്തുണ്ട്? ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ തൊട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ റിബ്സിന് സൂപ്പർഫിഷ്യലി ആയിട്ട് കാണുന്ന ഒരു ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോണാണ് സ്കാപ്പുല. അപ്പൊ അത് എന്ത് ഫോം ചെയ്യാൻ സഹായിക്കുന്നു? ഷോൾഡർ ഗേർഡിലിന്റെ ഒരു പാർട്ട്, അല്ലെങ്കിൽ ഷോൾഡർ ഗേർഡിൽ ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി സ്കാപ്പുലയുടെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ട്രയാങ്കുലർ ആയിട്ടുള്ള ഫ്ലാറ്റ് ബോൺ ആണ്. ഈ ഫിഗർ നോക്കി അറിയാലോ, ഒരു ട്രയാങ്കുലർ പോലുള്ള ഫ്ലാറ്റ് ബോൺ ആണ് സ്കാപ്പുല. ഇനി അതിന്റെ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സർഫേസുകൾ കാണാൻ പറ്റും, 3 ആംഗിൾ കാണാൻ പറ്റും, അതുപോലെ 3 ബോർഡേഴ്സ് മാർക്ക് കാണാൻ പറ്റും. ഈ സ്കാപ്പുലയിൽ കാണാൻ പറ്റും. കാരണം ട്രയാങ്കുലർ ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ 3 ആംഗിളും 3 ബോർഡേഴ്സും ഒക്കെ കാണാൻ പറ്റും. 3 ബോർഡേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പർ ബോർഡർ, ലാറ്റർ ബോർഡർ ആൻഡ് മീഡിയൽ ബോർഡർ. അങ്ങനെ 3 ബോർഡേഴ്സ് ഒക്കെ നമുക്ക് സ്കാപ്പുലയിൽ കാണാനായിട്ട് പറ്റും. ഇനി സ്കാപ്പുലയുടെ സർഫേസ് നോക്കിക്കഴിഞ്ഞാൽ സ്കാപ്പുലയുടെ ആന്റീരിയർ സർഫസ് അല്ലെങ്കിൽ കോസ്റ്റൽ സർഫസിനെയാണ് നമ്മൾ സബ് സ്കാപ്പുലാർ ഫോസ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സബ് സ്കാപ്പുലാർ ഫോസ പെട്ടെന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഇടയ്ക്ക് ഒരു ഹൈഫൺ കൊടുത്തോളുക. അപ്പോൾ സബ് സ്കാപ്പുലാർ ഫോസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാപ്പുലയുടെ ആന്റീരിയർ ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റൽ സർഫസില് റിബ്സുമായിട്ട് തൊട്ടിരിക്കുന്ന ഭാഗത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? സബ് സ്കാപ്പുലാർ ഫോസ എന്ന് വിളിക്കുന്നത്. ഈ ഫിഗർ നോക്കിക്കോളൂ. ഈ ഫിഗറിൽ ഈ ഒരു ഭാഗമാണ് റിബ്സുമായിട്ട്, ഇപ്പൊ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ റിബ്സ് ഇങ്ങനെ വരും. അപ്പൊ റിബ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോസ്റ്റൽ സർഫസിനെ എന്തെന്ന് വിളിക്കുന്നു? സബ് സ്കാപ്പുലാർ ഫോസ എന്ന് വിളിക്കുന്നു. അപ്പൊ റിബ്സുമായിട്ട് അറ്റാച്ച് ചെയ്യാത്ത വേറൊരു വശം ഉണ്ടല്ലോ, ആ വശത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് പോസ്റ്റീരിയർ അല്ലെങ്കിൽ ഡോർസൽ സർഫേസ് ആണ്. അതിനകത്ത് നമുക്കൊരു റിഡ്ജ് ഓഫ് ബോൺ കാണാം. ഒരു ബോൺ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ ബോണിനെയാണ് നമ്മൾ
സ്പൈൻ ഓഫ് സ്കാപ്പുല എന്ന് വിളിക്കുന്നത്. ഈ ഫിഗർ നോക്കിക്കോളൂ. ഇത് നമ്മുടെ എന്താണ് റിബ്സിന്റെ നേരെ ഓപ്പോസിറ്റ്, റിബ്സിൽ തൊട്ടിരിക്കുന്ന ഭാഗമല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഭാഗമാണ്. അവിടെ നമുക്കൊരു റിഡ്ജ് കാണാൻ പറ്റും, ഒരു ഉന്തൽ, ഒരു ബോണിന്റെ ഒരു പൊങ്ങിയ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൈൻ ഓഫ് സ്കാപ്പുല. അപ്പൊ ഈ സ്പൈൻ ഓഫ് സ്കാപ്പുല ഈ ഒരു സ്കാപ്പുലയുടെ എക്രോസ് ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. എന്നിട്ട് അക്രോമിയൻ വരെ, ഇവിടെയാണ് അക്രോമിയൻ വരുന്നത്. ഈ അക്രോമിയനിലേക്കാണ് പിന്നീട് ആര് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ക്ലേവിക്കിൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ അക്രോമിയൻ വരെ ഇങ്ങനെ ആ ഒരു സ്പൈൻ ഓഫ് സ്കാപ്പുല ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് അക്രോമിയനും കൂടെ ഇവിടെ വന്ന് ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഷോൾഡർ ജോയിന്റ് കിട്ടുന്നത്. ഓക്കെ, ആ അറ്റാച്ച്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ക്ലേവിക്കിൾ വന്ന് അക്രോമിയനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു, അവിടെ ഒരു ജോയിന്റ് ഫോം ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ക്ലേവിക്കിളിന്റെ കാര്യത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ സബ് സ്കാപ്പുലാർ ഫോസയും അതുപോലെ സ്പൈൻ ഓഫ് സ്കാപ്പുല എന്താണെന്നും അറിഞ്ഞിരിക്കണം. എന്താണ്, എവിടെയാണ് കാണുന്നതെന്നുള്ള കാര്യം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചോളുക. ഇനി സ്കാപ്പുലയുടെ ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള ബോൺസിനെ എല്ലാം സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഷോൾഡർ മൂവ് ചെയ്യാറുണ്ട് അല്ലെ, ഷോൾഡർ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ബോൺസ് വരുന്നുണ്ട്, അതിന്റെ ഒരു മൂവ്മെന്റിൽ വരുന്നുണ്ട്. അപ്പൊ ആ മൂവ്മെന്റിന്റെ സമയത്ത് ബോൺസിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആരാണ്? സ്കാപ്പുലയാണ്. അപ്പോ സ്കാപ്പുലയുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഇമ്പോർട്ടന്റ് റോൾ ഇൻ സ്റ്റെബിലൈസിങ് അതർ ബോൺസ് ഇൻ ദ റിതം ഓഫ് ഷോൾഡർ മോഷൻ. ഷോൾഡറിലെ മോഷൻ സമയത്ത് ബാക്കിയുള്ള ബോൺസിന്റെ മൂവ്മെന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് പറഞ്ഞ ഒരുപാട് മസിൽസ് ഉണ്ട്. റിട്രാക്ഷൻ, ഇന്റേണൽ, എക്സ്ട്രാക്ഷണൽ, ജോയിന്റ് റൊട്ടേഷനിലൊക്കെ ഒരുപാട് മസിൽസ് വരുന്നുണ്ട്. ഈ ഒരുപാട് മസിൽസിനെ എല്ലാം സ്കാപ്പുല എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂവ്മെന്റ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഈ ഒരു ക്ലേവിക്കിൾ കണക്ട് ചെയ്യുന്ന കാര്യമാണ്. സ്കാപ്പുലയുടെ ടിപ്പിനെയാണ് നമ്മൾ അക്രോമിയൻ എന്ന് വിളിക്കുന്നത്. ഈ അക്രോമിയനുമായിട്ട് ക്ലേവിക്കിൾ വന്ന് എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ആ എക്സ്ട്രീമിറ്റിയുടെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പർ ലിംബ് ബോൺസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നു. ഇത്രയും നേരം നമ്മൾ ക്ലേവിക്കിളിനെ പറ്റിയും സ്കാപ്പുലയെ പറ്റിയും പറഞ്ഞ എന്താണ്? ആ ഒരു ഷോൾഡർ ഗാർഡിൽ ഫോം ചെയ്യുന്ന കാര്യത്തിലാണ് അത് രണ്ടും ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് എന്താണ്? അപ്പർ ലിംബിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ അപ്പർ ലിംബ് ബോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ കൈ തൊട്ട് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ബോൺസ് ആണ് ഇവിടെ വരുന്നത്, അപ്പർ ലിംബിനകത്ത് വരുന്നത്. അപ്പോൾ അത് കാണാതെ പഠിക്കാനായിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഹൗ ആർ യു കോൾ മീ പ്ലീസ് എന്ന് പഠിക്കുക. ഹൗ ആർ യു കോൾ മീ പ്ലീസ് എന്ന് പഠിക്കുക. അതിനകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ലെറ്റേഴ്സ് HRUCMP, ഈ ലെറ്റേഴ്സ് മാത്രം സ്ട്രെസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബോൺസിന്റെ പേര് പഠിക്കാം. ഹൗവിലെ H പോകുന്ന എങ്ങോട്ടേക്കാണ്? ഹ്യൂമറസ് ആണ്. നമ്മുടെ ഈ ഒരു അപ്പർ ആമിൽ കാണുന്ന ഈ ഇവിടുത്തെ എല്ലിനെയാണ്, ഇവിടുത്തെ ബോണിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹ്യൂമറസ് എന്ന് വിളിക്കുന്നത്. ദാ ഈ ഒരു റീജിയൻ ആണ് ഹ്യൂമറസ്. അപ്പൊ ഇവിടേക്കാണ് ആര് പോയത്? ഹൗവിന്റെ H പോയത്. ഓക്കെ, ഹൗ. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഫോർ ആമിലേക്ക് വരുമ്പോൾ ഹ്യൂമറസ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് രണ്ട് ബോൺസ് ഉണ്ട്. ആ രണ്ട് ബോൺസ് ആരൊക്കെയാണ്? റേഡിയസും അൾനയുമാണ്. അപ്പൊ ഇവിടെയാണ് ഞാൻ RU കൊടുത്തത്. ഇത് നമ്മൾ മെസ്സേജ് അയക്കുന്ന ഭാഷയാണ് കേട്ടോ. RU മറ്റേ RU പഠിച്ചു വെക്കരുത്. RU ക്യാപിറ്റൽ ലെറ്റർ R, അതുപോലെ ക്യാപിറ്റൽ U തന്നെ പഠിക്കുക. അപ്പൊ ഹ്യൂമറസിന് നമ്മൾ ഹൗവിന്റെ H കൊടുത്തു, റേഡിയസ് അൾനയ്ക്ക് നമ്മൾ ആറും യുവും കൊടുത്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇവിടെ വരുന്നത് കാർപ്പൽ ബോൺസ് ആണ്. നമ്മുടെ റിസ്റ്റ് ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള കാർപ്പൽ ബോൺസ് ആണ്. കാർപ്പൽ ബോൺസിനാണ് നമ്മൾ C കൊടുത്തത്. എന്താണ്? കോളിന്റെ C കൊടുത്തത്. ഓക്കെ, കോൾ എടുക്കട്ടെ. ദെൻ മെറ്റാകാർപ്പൽസ്, നമ്മുടെ പാം റീജിയനിൽ കാണുന്ന ബോൺസ് ആണ് മെറ്റാകാർപ്പൽസ്. അവിടെ നമ്മൾ മീയുടെ M കൊടുത്തു. ദെൻ നെക്സ്റ്റ് ഫെലാഞ്ചസ് ആണ്. ഫിംഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോൺസ് ആണ് ഫെലാഞ്ചസ്. ഫെലാഞ്ചസിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ കൊടുത്തു? പ്ലീസിനെ കൊടുത്തു. അപ്പൊ ഹൗ ആർ യു കോൾ മീ പ്ലീസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽ ബോൺസ്, മെറ്റാകാർപ്പൽസ്, ഫെലാഞ്ചസ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? അപ്പർ ലിംബിനകത്തുള്ള ബോൺസ് പഠിച്ചു. ഇനി എന്ത് പഠിക്കണം? അതിന്റെ എണ്ണം പഠിക്കണം. എണ്ണം എളുപ്പമാണ് പഠിക്കാൻ. ഇവിടെ ദാ ഒറ്റ എല്ലേ ഉള്ളൂ, ഹ്യൂമറസ് ഒരെണ്ണേ ഉള്ളൂ. ദെൻ ഇവിടെ വരുമ്പോൾ 2 എല്ലുകളുണ്ട്, റേഡിയസും അൾനയും കൂടി 2 എല്ലുകളുണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ 2 എല്ലുകളുണ്ട്. അപ്പൊ ഇവിടെ റേഡിയസ് ആൻഡ് അൾന 2 എന്നുള്ളത് ഇവിടെ റേഡിയസ് 1 അൾന 1 അങ്ങനെയാണ് ഇവിടെ 2 കിട്ടിയത് കേട്ടോ. അല്ലാതെ റേഡിയസ് 2 അൾന 2 അങ്ങനെയല്ല.
ഒരു റേഡിയസും ഒരു അൾനയും, രണ്ടും കൂടി 2 എണ്ണം. ദെൻ അടുത്തത് ഇവിടെ റിസ്റ്റ് ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള കാർപ്പൽ ബോൺസ് 8 എണ്ണമാണുള്ളത്. അത് പഠിക്കാൻ നമുക്ക് ടിപ്പ് പഠിക്കാം. അപ്പോൾ 8 കാർപ്പൽ ബോൺസ്. ദെൻ മെറ്റാ കാർപ്പൽസ് 5 വിരളല്ലേ, അപ്പോൾ നമുക്ക് മെറ്റാ കാർപ്പൽസ് 5 എണ്ണം. ദെൻ അടുത്തത് ഫെലാഞ്ചസ് 14 എണ്ണം. അങ്ങനെ ടോട്ടൽ 30 ബോൺസ് ആണ് എവിടെ ഉള്ളത്, നമ്മുടെ അപ്പർ ലിംബിനകത്ത് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ഹ്യൂമറസിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഹ്യൂമറസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ അപ്പർ ആമിലുള്ള എല്ലാണ് ഹ്യൂമറസ്. അപ്പോൾ അപ്പർ ആം എന്താണ്, നീളത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ലോങ് ആയിട്ടുള്ള ബോൺ ആണ് ഹ്യൂമറസ്. ഹ്യൂമറസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ബോൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പർ ലിംബില്, നമ്മുടെ കൈ മൊത്തം എടുത്താലും, നമ്മുടെ അപ്പർ ലിംബ് മൊത്തം എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ലോങ്ങസ്റ്റ് ബോൺ ആണ് ആര്, ഹ്യൂമറസ്. ഇനി ഹ്യൂമറസിന് ഒരു ഷാഫ്റ്റും 2 എക്സ്ട്രിമിറ്റീസും, അതായത് ഹ്യൂമറസിനെ ഒരു ഷാഫ്റ്റ്, ഈ ഒരു റീജിയനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഷാഫ്റ്റും അതുപോലെ 2 എക്സ്ട്രിമിറ്റീസ്, 2 സ്ഥലത്തേക്ക് 2 റീജിയനിലേക്ക് നീളുന്ന 2 എക്സ്ട്രിമിറ്റീസും ആർക്കുണ്ട്, ഹ്യൂമറസിന് ഉണ്ട്. അപ്പൊ ഹ്യൂമറസ് ലോങ് ബോൺ ആണ്. അപ്പർ ലിംബിലെ ഏറ്റവും ലോങ്സ്റ്റ് ബോൺ ആണ് ഹ്യൂമറസ്. ഒരു ഷാഫ്റ്റും 2 എക്സ്ട്രിമിറ്റീസുമായിട്ടാണ് ആര് നിൽക്കുന്നത്, ഹ്യൂമറസ് നിൽക്കുന്നത്. ഇനി ഹ്യൂമറസിന്റെ അപ്പർ എക്സ്ട്രിമിറ്റി, അതായത് ഹ്യൂമറസിന്റെ അപ്പർ റീജിയന്റെ ഏറ്റവും ടോപ്പിൽ നമുക്കൊരു ഹെഡ് കാണാം. കുറച്ചൊരു ഉരുണ്ടിട്ട് സ്പെറിക്കൽ ആയിട്ടുള്ള ഒരു ഹെഡ് കാണാനായിട്ട് പറ്റും. ഈ ഹെഡ് നേരെ പോയിട്ട് ഷോൾഡർ ജോയിന്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പൊ ഷോൾഡർ ജോയിന്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഹെഡ് നേരെ പോയിട്ട് എന്ത് ചെയ്യണം, ഒരു സോക്കറ്റിൽ കുടുങ്ങണം. കാരണം ഇവിടെ ബോൾ ആൻഡ് സോക്കറ്റാ, ഒരു കുഴിക്കകത്ത് കിടക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ജോയിന്റ് വരുന്നത്. അപ്പൊ അത് പോയിട്ട് ഒരു ക്യാവിറ്റിക്കകത്തേക്ക്, ഒരു അറയ്ക്കകത്തേക്ക് ഇങ്ങനെ ഇറുകിയിരിക്കുന്ന അവസ്ഥയിലാണ് ആര് പോകുന്നത്, നമ്മുടെ ഹ്യൂമറസിന്റെ ഹെഡ് പോകുന്നത്. ആ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. ഈ ഗ്ലിനോയിഡ് ക്യാവിറ്റി എവിടെന്നാ കിട്ടുന്നത്, സ്കാപ്പുല, ഷോൾഡർ ജോയിന്റിൽ സ്കാപ്പുല വരുന്ന ആ ഒരു എൻഡിലാണ് ആരുള്ളത്, ഗ്ലിനോയിഡ് ക്യാവിറ്റി ഉള്ളത്. ഈ ഒരു ഫിഗർ നോക്കിക്കോ, ഇതല്ലേ നമ്മുടെ സ്കാപ്പുല, നമ്മൾ പഠിച്ചല്ലോ. ഇതാണ് സ്കാപ്പുല. സ്കാപ്പുലയുടെ എൻഡിലാണ് ആരുള്ളത്, ഗ്ലിനോയിഡ് ക്യാവിറ്റി ഉള്ളത്. ആ ഗ്ലിനോയിഡ് ക്യാവിറ്റിക്ക് അകത്തേക്കാണ് ഹ്യൂമറസിന്റെ ഹെഡ് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അതെന്ത് ഉണ്ടാകുന്നത്, ഷോൾഡർ ജോയിന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹ്യൂമറസ് നേരെ പോയിട്ട് ഷോൾഡർ ജോയിന്റ് ഉണ്ടാക്കി അവിടെ കയറിയിരിക്കും, അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റ് അകത്തേക്ക്, ഗ്ലിനോയിഡ് ക്യാവിറ്റിക്ക് അകത്തേക്ക് കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് പറയുന്നത്, നമ്മുടെ ഹ്യൂമറസിന്റെ ആ ഒരു ഹെഡ് കഴിഞ്ഞു, സ്പെറിക്കൽ ഹെഡ് കഴിഞ്ഞിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ചെറിയൊരു കൺസ്ട്രക്ഷൻ കാണാം, ഒന്ന് ചുരുങ്ങിയതുപോലെ കാണാം. ആ ഹെഡ് കുറച്ച് വലിപ്പത്തിലുള്ളതായിരുന്നു, ആ വലിപ്പം കഴിഞ്ഞ് കുറച്ചൊന്ന് ചുരുങ്ങുന്നതായിട്ട് കാണാം. ആ ചുരുങ്ങുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് അനാട്ടമിക്കൽ നെക്ക്. ഓക്കെ, അപ്പൊ അനാട്ടമിക്കൽ നെക്ക് ഓഫ് ഹ്യൂമറസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹ്യൂമറസിന്റെ ആ സ്പെറിക്കൽ ഹെഡ് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ കൺസ്ട്രക്ഷൻ ഉണ്ട്. ആ കൺസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അനാട്ടമിക്കൽ നെക്ക് ഓഫ് ഹ്യൂമറസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി സർജിക്കൽ നെക്ക് ഉണ്ട്, നമുക്ക് പഠിക്കാം. ഇനി നമ്മുടെ ആ ഒരു അപ്പർ എക്സ്ട്രീമിറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹ്യൂമറസിന്റെ ഏറ്റവും ടോപ്പിൽ താഴേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു അനാട്ടമിക്കൽ നെക്ക് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയൊരു റഫ് ഒരു റീജിയൻ കാണാം, റഫ് പ്രൊമിനൻസ് കാണാം. ഒരു എന്താണ്, കുരുകുരാന്നുള്ളൊരു റഫ് ആയിട്ടുള്ള ഒരു സർഫേസോട് കൂടിയ ഒരു സാധനം കാണാം. അതിനെയാണ് നമ്മൾ ഗ്രേറ്റർ ട്യൂബറോസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ട്യൂബറോസിറ്റി എന്താണ്, ഈ ഹ്യൂമറസിന്റെ ഹെഡ് കഴിഞ്ഞ് തൊട്ട് താഴെ അനാട്ടമിക്കൽ നെക്ക് ഉണ്ട്, അതും കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ റഫായിട്ട് കാണുന്ന ഒരു പ്രോമിനൻസ് അല്ലെങ്കിൽ ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനെയാണ് നമ്മൾ ഗ്രേറ്റർ ട്യൂബറോസിറ്റി എന്ന് വിളിക്കുന്നത്. ആ ഗ്രേറ്റർ ട്യൂബറോസിറ്റി കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് മാറിയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ലെസ്സർ ട്യൂബറോസിറ്റി കാണാം. അപ്പോൾ ഗ്രേറ്റർ ട്യൂബറോസിറ്റി പഠിച്ചു, ലെസ്സർ ട്യൂബറോസിറ്റി പഠിച്ചു, അനാട്ടമിക്കൽ നെക്ക് പഠിച്ചു. അപ്പോൾ നമുക്ക് ഗ്രേറ്ററും ലെസ്സറും ട്യൂബറോസിറ്റി ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ദാ ഇവിടെയാണ് ഗ്രേറ്റർ ട്യൂബറോസിറ്റി, ഇവിടെയായിരുന്നു ഹെഡ്. നമ്മുടെ സ്പെറിക്കൽ ഹെഡ് കഴിഞ്ഞു, അതിനുശേഷം അനാട്ടമിക്കൽ നെക്ക് ഇവിടെ കണ്ടു. അതിന് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തേക്ക് എന്താണ്, റഫ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഗ്രേറ്റർ ട്യൂബറോസിറ്റി എന്ന് വിളിച്ചു. ആ ഗ്രേറ്റർ ട്യൂബറോസിറ്റിക്ക് തൊട്ടിപ്പുറമായിട്ട് ആരുണ്ട്, ലെസ്സർ ട്യൂബറോസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്, ഹ്യൂമറസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് റീജിയൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്, അനാട്ടമിക്കൽ നെക്ക്, ഗ്രേറ്റർ ട്യൂബറോസിറ്റി, ലെസ്സർ ട്യൂബറോസിറ്റി. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു 2 ട്യൂബറോസിറ്റീസ്, ഗ്രേറ്റർ ട്യൂബറോസിറ്റിയുടെയും ലെസ്സർ ട്യൂബറോസിറ്റിയുടെയും മിഡിലായിട്ട് ചെറിയൊരു ഗ്രൂവ്, ഒരു കുഞ്ഞൊരു കുഴി കാണാൻ പറ്റും. ആ കുഴിയെ വിളിക്കുന്നതാണ് ബൈസിപ്പിറ്റൽ ഗ്രൂവ് അല്ലെങ്കിൽ ഇന്റർ ട്യൂബർക്കുലർ സൾക്കസ്. പേര് 2 ഓർമ്മിച്ചോളുക,
ബൈസിപ്പിറ്റൽ ഗ്രൂവ് എന്നോ ഇന്റർ ട്യൂബുലർ സൽക്കസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗ്രേറ്റർ ട്യൂബറോസിറ്റിയുടെയും ലെസ്സർ ട്യൂബറോസിറ്റിയുടെയും മിഡിലായിട്ട് കാണുന്ന ഗ്രൂവിനെയാണ് നമ്മൾ ബൈസിപ്പിറ്റൽ ഗ്രൂവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ ഗ്രൂവ് ആണല്ലോ, ചെറിയൊരു കുഴിവാണല്ലോ. ആ കുഴിവിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണ്? നമ്മുടെ ബൈസെപ്സ് മസിൽ ഉണ്ടല്ലോ, ഇവിടുത്തെ മസിലിനെയാണ് നമ്മൾ ബൈസെപ്പ് മസിൽ എന്ന് വിളിക്കുന്നത്. ആ ബൈസെപ്പ് മസിലിന്റെ ടെൻഡൻ ഈ ഒരു ഗ്രൂവിൽ കൂടിയാണ് പോകുന്നത്. ഓക്കെ, ഫംഗ്ഷൻ പഠിച്ചോളുക. ബൈസിപ്പിറ്റൽ ഗ്രൂവിന്റെ ഫംഗ്ഷൻ എന്താണ്? ബൈസെപ്പ് മസിലിന്റെ ടെൻഡൻ ആ ഒരു ഗ്രൂവിൽ കൂടിയാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂവിൽ കൂടിയാണ് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹ്യൂമറസിനെ സംബന്ധിച്ച് കുറച്ച് ടേംസ് പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു? ലെസ്സർ ട്യൂബറോസിറ്റി, ഗ്രേറ്റർ ട്യൂബറോസിറ്റി, ദെൻ ബൈസിപ്പിറ്റൽ അല്ലെങ്കിൽ ഇന്റർ ട്യൂബർക്കുലർ സൽക്കസ്, ദെൻ അത് കഴിഞ്ഞ് എന്താണ്? നമ്മുടെ ബൈസെപ്പ് മസിലിന്റെ ടെൻഡൻ ഗ്രൂവിലാണ് കിടക്കുന്നുള്ള കാര്യം. ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഹ്യൂമറസിന്റെ ഹെഡ് കഴിഞ്ഞ് അനാട്ടമിക്കൽ നെക്ക് കഴിഞ്ഞ് ആ ഗ്രൂവ് ഒക്കെ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നാരോ ആയിട്ട് വരും. നമ്മളുടെ ആ ഒരു ബോണിന്റെ വണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്യൂബറോസിറ്റീസിന്റെ താഴെയായിട്ട് ചെറിയ രീതിയിൽ ആ ഒരു എന്താണ് തിക്നെസ് കുറഞ്ഞു തിന്നായിട്ട് വരുന്ന ആ ഒരു റീജിയനെ നമ്മൾ സർജിക്കൽ നെക്ക് ഓഫ് ഹ്യൂമറസ് എന്ന് വിളിക്കും. അതായത് നമ്മൾ കൈ കുത്തിയൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ സർജിക്കൽ നെക്കിലാണ് കൂടുതൽ ഫ്രാക്ചർ വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ അതാണ് സർജിക്കൽ നെക്ക്. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ് നമ്മളെ സർജിക്കൽ നെക്ക് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഗ്രൂവും ട്യൂബറോസിറ്റീസും ഒക്കെ കഴിഞ്ഞ് കുറച്ച് താഴേക്ക് വരുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർജിക്കൽ നെക്ക് ഓഫ് ഹ്യൂമറസ് എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അപ്പർ പാർട്ട് റൗണ്ടർ. നമ്മുടെ ഹ്യൂമറസിന്റെ അപ്പർ പാർട്ട് റൗണ്ടർ ആയിരുന്നു എന്ന് പറഞ്ഞു. താഴേക്ക് വരുമ്പോൾ പതിയെ ഇത് ഫ്ലാറ്റൻഡ് ആയിട്ട് വരും. എന്നിട്ട് താഴേക്ക് വന്ന് നമ്മുടെ ലോവർ എക്സ്ട്രീമിറ്റി, അതായത് നമ്മുടെ ഹ്യൂമറസിന്റെ ലോവർ റീജിയൻ ആണ്. ലോവർ എക്സ്ട്രീമിറ്റി എന്ന് പറയുമ്പോൾ കാല് വിചാരിക്കരുത്. ഹ്യൂമറസിന്റെ താഴേക്ക് വരുമ്പോൾ അത് ലോവർ എക്സ്ട്രീമിറ്റി എന്നാണ് വിളിക്കുന്നത്. ആ റീജിയനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ താഴേക്ക് വരുന്ന റീജിയൻ. ഈ മുകളിലത്തെ ആ ഒരു ഹെഡിനെയൊക്കെ നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നുണ്ട്, ട്യൂബറോസിറ്റീസ് എന്നൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് താഴേക്ക് വരുന്ന നാരോ ആയിട്ട് വരുന്ന ഫ്ലാറ്റനായിട്ട് മാറുന്ന ആ ഒരു റീജിയൻ നമ്മൾ ഷാഫ്റ്റ് എന്ന് വിളിക്കും. എന്നിട്ട് അതിന് സൈഡ് ടു സൈഡ് ആയിട്ട് നമുക്ക് കാണാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു റീജിയനിൽ, ഷാഫ്റ്റ് റീജിയനിൽ ആ ഒരു ഹ്യൂമറസിന്റെ ഒത്ത നടുക്കല്ല, പക്ഷെ ആ നടുവിനും കുറച്ച് മുകളിലേക്ക് നമുക്കൊരു റഫ് ആയിട്ടുള്ള ഒരു ട്യൂബർക്കിൾ കാണാൻ പറ്റും. റഫ് ആയിട്ടുള്ള ഒരു സർഫേസ് കാണാനായിട്ട് പറ്റും ആ ഒരു ഷാഫ്റ്റില്. ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി. അപ്പൊ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി നമ്മുടെ ഹ്യൂമറസിന്റെ ഹെഡ് കഴിഞ്ഞു, ട്യൂബറോസിറ്റീസ് ഒക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നു, നെക്കെല്ലാം കഴിഞ്ഞ് സർജിക്കൽ നെക്കും കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്ന ഒരു ലാറ്ററൽ ആയിട്ടുള്ള ഒരു ഗ്രൂവിനെയാണ് നമ്മൾ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ട്യൂബറോസിറ്റി ആണ് ഏതാണ്? ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി. ഈ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെൽറ്റോയിഡ് മസിൽസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് റിസീവ് ആകുന്നത് ഈ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റിയിലൂടെയാണ്. അപ്പോൾ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റിക്ക് എന്തുണ്ട്? ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. എന്താണ്? ഇറ്റ് റിസീവ്സ് ഇൻസേർഷൻ ഓഫ് ദി ഡെൽറ്റോയിഡ് മസിൽ. ഡെൽറ്റോയിഡ് മസിൽസ് ഇൻസേർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ എവിടെ നിന്നാണ്? ഈ ഒരു ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റിയിൽ നിന്നാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഒരു ഗ്രൂവിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഹ്യൂമറസ് ഷാഫ്റ്റിന്റെ ബാക്ക് വശത്തായിട്ട്, പുറകിലായിട്ട് ഒരു ഗ്രൂവ് കാണാം. ഈ ഗ്രൂവ് മീഡിയൽ ടു ലാറ്ററൽ ആസ്പെക്റ്റിലാണ് ആ ഗ്രൂവ് ഇങ്ങനെ കിടക്കുന്നത്. ആ ഗ്രൂവിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മസ്ക്യുലോ സ്പൈറൽ നെർവ് അല്ലെങ്കിൽ റേഡിയൽ നെർവ് കയറി പോകുന്ന ഒരു ഗ്രൂവ് ആണ്. ഓക്കെ, ഷാഫ്റ്റിൽ ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവ് എന്തെയാണ്? മസ്കുലോ സ്പൈറൽ നെർവ് അല്ലെങ്കിൽ റേഡിയൽ നെർവ് കയറി പോകുന്ന ഗ്രൂവ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂവിനെ, ആ നെർവിന്റെ പേരിട്ട് വിളിക്കും. എന്തെന്ന് വിളിക്കും? സ്പൈറൽ അല്ലെങ്കിൽ റേഡിയൽ ഗ്രൂവ് എന്ന് വിളിക്കും. ഈ ഒരു ഫിഗർ നോക്കിക്കോ. ഷാഫ്റ്റിന്റെ ബാക്ക് വശത്ത് ഇങ്ങനെ കിടക്കുന്ന, അത് മീഡിയൽ ടു ലാറ്ററൽ രീതിയിൽ കിടക്കുന്ന ആ ഒരു ഗ്രൂവിനെയാണ് നമ്മൾ സ്പൈറൽ അല്ലെങ്കിൽ റേഡിയൽ ഗ്രൂവ് എന്ന് വിളിക്കുന്നത്. ആ ഗ്രൂവിൽ കൂടിയാണ് റേഡിയൽ അല്ലെങ്കിൽ മസ്കുലോ സ്പൈറൽ നെർവ് പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ആ ഗ്രൂവിന് അങ്ങനെ പേര് വന്നത്. നെക്സ്റ്റ് ഹ്യൂമറസിന്റെ ഫങ്ഷൻസ് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഹ്യൂമൻ ആമിന്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബോൺ ആണ്. അതുപോലെ തന്നെ അപ്പർ ആമില് ഒറ്റ ബോൺ മാത്രമേ ഉള്ളൂ. അത് ആ ബോണാണ് ഹ്യൂമറസ്. ദെൻ നെക്സ്റ്റ് ഹ്യൂമറസ് നമ്മുടെ ഷോൾഡറിന് വേണ്ട ഫങ്ഷൻസ്, സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആം ആക്ടിവിറ്റീസ്, എഴുതാനും എന്തെങ്കിലും സാധനം ഉയർത്താനും അതുപോലെ എന്തെങ്കിലും സാധനം എറിയാനും ഒക്കെയുള്ള ആക്ടിവിറ്റീസ് വേണ്ടിയുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആരാണ്? ഹ്യൂമറസ് ആണ്.
ദെൻ പറയുന്നത് നമ്മുടെ ഈ ഒരു ഹ്യൂമറസിന്റെ സർജിക്കൽ നെക്ക് പോർഷൻസിൽ പെട്ടെന്ന് നമുക്ക് ഫ്രാക്ചർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ബോൺസിലേക്ക് ഡയറക്റ്റ് ബ്ലോ കിട്ടുന്നത് കൊണ്ടാണ് ആ ഒരു ഫ്രാക്ചർ വരാനുള്ള ചാൻസ് അവിടെ കൂടുതലെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അൾനയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഹൗ ആർ യു പ്ലീസ് കോൾ മീ പഠിക്കുമ്പോൾ നെക്സ്റ്റ് നമ്മൾ റേഡിയസ് ആയിരുന്നു പഠിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ ഒരു സൈസ് വെച്ച് പഠിക്കുമ്പോൾ അൾനയാണ് നെക്സ്റ്റ് വരുന്നത്. പഠിക്കുമ്പോൾ എന്താണ് ആ ബോൺസിന്റെ പേര് പഠിക്കുമ്പോൾ ആ ഒരു ഹൗ ആർ യു പ്ലീസ് കോൾ മീ വെച്ച് പഠിക്കാം. അല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാം. ഇല്ല ഇനി അങ്ങനെ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അൾനയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അപ്പർ ആം കഴിഞ്ഞു, ഇനി നമ്മൾ ഫോർ ആമിനെ പറ്റി പഠിക്കാൻ പോവാണ്. അപ്പോൾ അൾന എന്ന് പറയുമ്പോൾ ഒരു ലോങ് ബോൺ ആണ്, നല്ല നീളത്തിലുള്ള ബോൺ ആണ്. അതിനും എന്തുണ്ട്, ഒരു ഷാഫ്റ്റും ഉണ്ട്, 2 എക്സ്ട്രിമിറ്റീസും ഉണ്ട്. ഒരു എക്സ്ട്രിമിറ്റി ഹ്യൂമറസിലേക്ക് വന്ന് നിൽക്കുന്ന എക്സ്ട്രിമിറ്റി, ഒന്ന് നമ്മുടെ ഹാൻഡിലേക്ക്, നമ്മുടെ പാം റീജിയനിലേക്ക് വന്ന് നിൽക്കുന്ന എക്സ്ട്രിമിറ്റി. അങ്ങനെ 2 എക്സ്ട്രിമിറ്റീസ് ആർക്കുണ്ട്, അൾനയ്ക്കുണ്ട്. ഇനി ഈ അൾന എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താണ് ഒരു മീഡിയൽ ബോൺ ആണ് ഫോർ ആമിലുള്ളത്. പക്ഷേ റേഡിയസിനേക്കാളും നീളം കൂടുതലാണ്. അൾനയും റേഡിയസും അടുത്തടുത്തിരിക്കുന്ന 2 ബോൺസ് ആണ്. അതിൽ അൾനയ്ക്കാണ് റേഡിയസിനേക്കാളും കുറച്ച് നീളം കൂടുതൽ. ഇമേജ് നോക്കിക്കോളൂ, ഇതാണ് അൾന, ഇത് റേഡിയസ്. ഇത് അൾനയ്ക്ക് റേഡിയസിനേക്കാളും കുറച്ച് നീളം കൂടുതലാണ്. ഇനി ഈ അൾനയുടെ ഹെഡ് താഴെയാണ് കാണുന്നത്, ലോവർ എൻഡിലാണ് അൾന ഹെഡ് ഉള്ളത്. അപ്പോൾ അൾനയുടെ ഹെഡ് ഈ റീജിയനിലാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഹ്യൂമറസിന്റെ ഹെഡ് പറഞ്ഞപ്പോൾ ഇവിടെയായിരുന്നു ഹ്യൂമറസിന്റെ ഹെഡ് വരുന്നത്. പക്ഷെ അൾനയുടെ കാര്യത്തിൽ അൾന ഹെഡ് ലോവർ എൻഡിലായിരിക്കും വരുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിക്കോളുക. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ അൾനയുടെ അപ്പർ എക്സ്ട്രിമിറ്റി, അതായത് അൾന വന്നിട്ട് ഹ്യൂമറസുമായിട്ട് അറ്റാച്ച്മെന്റ്, ഹ്യൂമറസും അൾനയും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ അൾനയുടെ അപ്പർ എക്സ്ട്രിമിറ്റി എന്ന് പറയുന്നത്. അതായത് ഇതാ അൾനയുടെ അപ്പർ എക്സ്ട്രിമിറ്റി ഈ ഒരു റീജിയൻ വരും. ഇതാണ് അൾനയുടെ അപ്പർ എക്സ്ട്രിമിറ്റി, ഹ്യൂമറസുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വരുന്ന സ്ഥലം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് തിക്കായിട്ടുള്ളതാണ്. ആ ഒരു അപ്പർ എക്സ്ട്രിമിറ്റി ചെന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, എൽബോ ജോയിന്റ്, ഈ കൈമുട്ടിലൊരു ജോയിന്റ് ഫോം ചെയ്ത്. എന്തുകൊണ്ടാണ്, ഈ അൾനയുടെ ഈ ഒരു തിക്നെസ്സും അതുപോലെ ആ ഒരു സ്ട്രോങ് നേച്ചറും ഉള്ളത് കൊണ്ടാണ് എൽബോ ജോയിന്റ് ഫോം ചെയ്യുന്നത്. ഇനി ഈ ഒരു അൾനയ്ക്ക് ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിന്റെ പേരാണ് ഓൾക്രനോൺ പ്രോസസ്. ഈ ഓൾക്രനോൺ പ്രോസസ്സ് അൾനയുടെ ഈ ഒരു അപ്പർ എക്സ്ട്രീമിറ്റിയിൽ കാണുന്നതാണ്. ഇതെന്ത് ചെയ്യും, നമ്മൾ കൈ ഇങ്ങനെ നേരെ വെക്കുമ്പോൾ, അതായത് നമ്മുടെ എൽബോ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഓൾക്രനോൺ പ്രോസസ്സ് പോയിട്ട് ഹ്യൂമറസിന്റെ ഓൾക്രനോൺ ഫോസയിൽ പോയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പൊ ഹ്യൂമറസ് അറിയാലോ, നമ്മുടെ ഫോർ ആമിലുള്ള ആ ഒരു ലാർജസ്റ്റ് ബോൺ ആണ് ഹ്യൂമറസ്. ആ ഹ്യൂമറസിലുള്ള ഒരു ഫോസയാണ് അല്ലെങ്കിൽ ഒരു ക്യാവിറ്റിയാണ് ഓൾക്രനോൺ ഫോസ. അപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ നിവർത്തി വെക്കുന്ന സമയത്ത് അൾനയുടെ അപ്പർ എക്സ്ട്രിമിറ്റിയിൽ കാണുന്ന ഓൾക്രനോൺ പ്രോസസ്സ് പോയിട്ട് ഹ്യൂമറസിന്റെ ഓൾക്രനോൺ ഫോസയിൽ പോയിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ കാണുന്ന ഇവിടെയുള്ള ഒരു ഓൾക്രനോൺ പ്രോസസ്സ് എന്ത് ചെയ്യും, ആ ഒരു ഹ്യൂമറസിന്റെ ഓൾക്രനോൺ ഫോസയിൽ പോയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അത് അവിടെ ഗിഫ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അറിയാം, നമ്മൾ കൈ ഇങ്ങനെ എന്താണ് മടക്കുമ്പോഴും നിവർത്തുമ്പോഴും ഇവിടെയുള്ള പ്രോസസ്സ് ആ ഒരു ക്യാവിറ്റിക്ക് അകത്തേക്ക് ഇങ്ങനെ പോകുന്നതും തിരിച്ചു വരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ഈ അൾനയില് വീണ്ടും ഒരു പ്രോസസ്സ് പറയുന്നുണ്ട്, അതാണ് കോറനോയിഡ് പ്രോസസ്സ്. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു എന്താണ് ഉയർന്നു നിൽക്കുന്ന, ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് കോറനോയിഡ് പ്രോസസ്സ്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഉയർന്നു നിൽക്കുന്ന റീജിയനാണ് കോറനോയിഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോറനോയിഡ് പ്രോസസ്സിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടും ഹ്യൂമറസിൽ ഒരു പ്രോസസ്, ഒരു ഫോസയുണ്ട്. ആ ഫോസയുടെ പേരാണ് കോറനോയിഡ് ഫോസ. അപ്പൊ നമ്മൾ കൈ ഇങ്ങനെ എൽബോ ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് ഈ കോറനോയിഡ് പ്രോസസ്സ് എന്ത് ചെയ്യും, കോറനോയിഡ് ഫോസ ഓഫ് ഹ്യൂമറസിനകത്തേക്ക് കയറിപ്പോകും. ഓക്കെ, അപ്പൊ ഈ കോറനോയിഡ് പ്രോസസ്സിന്റെ ഒരു എന്താണ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഓൾക്രനോൺ പ്രോസസ്സിനേക്കാളും സ്മോളർ ആണ്. അതെന്താണ്, നമ്മൾ ഒരു പ്രോസസ്സ്, ഓൾക്രനോൺ പ്രോസസ്സ് കൈ നിവർത്തുന്ന സമയത്ത് ഹ്യൂമറസിനകത്തേക്ക് കയറിപ്പോവും. കോറനോയിഡ് ഫോസയാണെന്നുണ്ടെങ്കിൽ എൽബോ ഇങ്ങനെ ബെൻഡ് ആകുന്ന സമയത്ത് ഈ ഹ്യൂമറസിനകത്തുള്ള കോറനോയിഡ് ഫോസയ്ക്കകത്തും ഫിറ്റ് ആയിട്ട് ഇരിക്കും. ഇനി അൾനയുടെ ഷാഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് അതിന്റെ ആ ഒരു ഹെഡ് റീജിയൻ കഴിഞ്ഞ് താഴേക്ക് വന്നിട്ട് നമ്മുടെ ഈ ഒരു റിസ്റ്റുമായിട്ട് വരുന്ന ഈ ഒരു റീജിയൻ നമ്മൾ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു ഷാഫ്റ്റ് റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ടേപ്പർ ഇതാണ് വരുന്നത്, അതായത് കൂർത്ത് വരും. അതിന്റെ വണ്ണം തിക്നെസ് കുറഞ്ഞ് ലോവറിലേക്ക് വരുമ്പോൾ തിക്നെസ് കുറഞ്ഞിട്ടാണ് അൾന വരുന്നത്. ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെയൊക്കെ നല്ല തിക്നെസ് ആയിട്ടാണ് അൾന ഇരിക്കുന്നത്. പക്ഷെ താഴേക്ക് വരുന്ന സമയത്ത് എന്താണ്, ടേപ്പർ ആയിട്ട്, അതായത് തിക്നെസ് കുറഞ്ഞ് തിന്നായിട്ടാണ് വരുന്നത്. ഈ ഒരു ഷാഫ്റ്റ്
നമുക്ക് എന്താണ് സർഫേസുകളായിട്ടാണ് നമുക്ക് മാർക്ക് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് കറക്റ്റ് ബോർഡേഴ്സ് ഉള്ള സർഫേസുകളായിട്ട് നമുക്ക് അൾനയുടെ ഷാഫ്റ്റ് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഫോറാമിൽ ഒരുപാട് മസിൽസ് ഉണ്ടല്ലോ. ഈ മസിൽസ് റിസ്റ്റ് മൂവ്മെന്റിനും ഫിംഗർ മൂവ്മെന്റിനും അതുപോലെ നമ്മുടെ കൈ ഇങ്ങനെ മലർത്തി പിടിക്കാനും താഴ്ത്തി പിടിക്കാനും ഒക്കെ ഉള്ളത് സഹായിക്കും. അപ്പൊ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള മസിൽസ് കാര്യങ്ങളൊക്കെ ഈ അൾനയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ എന്ത് തന്നെയാണ്, ഈ അൾന തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഫ്ലെക്സേഴ്സ് ഉണ്ട്. നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തി പിടിക്കുമ്പോൾ ഇവിടുത്തെ മസിൽ ഇങ്ങനെ വരും, താഴ്ത്തി പിടിക്കുമ്പോൾ ഇവിടുത്തെ മസിൽ വരും. അപ്പോൾ ആ ഒരു പോസ്റ്റീരിയർ ആന്റീരിയർ സ്ഥലത്തുള്ള എക്സ്റ്റൻസേഴ്സ് ആയാലും അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന ഫ്ലെക്സർ മസിൽസ് ആയാലും ഒക്കെ എന്താണ്, ഈ അൾനയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് അൾന തന്നെയാണ്, കൺട്രോൾ ചെയ്യുന്നതും അൾന തന്നെയാണ്. ഇനി പ്രൊനേറ്റിംഗ് അതുപോലെ സുപ്പിനേറ്റിംഗ് ചെയ്യുന്ന മസിൽസ്. പ്രൊനേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ താഴ്ത്തി പിടിക്കുകയാണ്. അത് നമ്മുടെ പാമ് താഴ്ത്തി പിടിക്കുന്നതിനാണ് നമ്മൾ പ്രൊനേറ്റിംഗ്, നമ്മൾ അസംബ്ലിക്കൊക്കെ നിൽക്കുന്ന പൊസിഷനെയാണ് നമ്മൾ പ്രൊനേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. സുപ്പിനേറ്റിംഗ് ആണെങ്കിൽ നമ്മളിങ്ങനെ പാമിങ്ങനെ ഉയർത്തി പിടിക്കണം, അത് മലർത്തി പിടിക്കുന്നതിനാണ് നമ്മൾ സുപ്പിനേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മസിൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു അൾനയുടെ ഷാഫ്റ്റിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പിടിക്കണമെങ്കിലും മലർത്തി പിടിക്കണമെങ്കിലും താഴ്ത്തി പിടിക്കണമെങ്കിലും ഒക്കെ ഈ ഒരു അൾനയുടെ സഹായം വേണം. അതൊക്കെ അൾനയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി അൾനയിൽ നിന്ന് രണ്ട് എമിനൻസസ്, രണ്ട് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്, രണ്ട് സ്ട്രക്ചേഴ്സ് അറൈസ് ചെയ്യുന്നുണ്ട്. ആ സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാം. അപ്പൊ അതില് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദി അൾനയാണ്. നമ്മൾ അൾന പഠിച്ചു തുടങ്ങിയ പറഞ്ഞിരുന്നു അൾനയുടെ ഹെഡ് ഈ ഒരു ലോവർ റീജിയനിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫസ്റ്റ് എമിനൻസ് എന്ന് വെച്ചാൽ അൾനയുടെ ഹെഡ് തന്നെയാണ്. അപ്പൊ അൾനയുടെ ഹെഡ് വന്നിട്ട് റേഡിയസിന്റെ ലോവർ എക്സ്ട്രീമിറ്റി ആയിട്ട് വന്ന് ജോയിൻ ചെയ്തിട്ട് അവിടെ ഒരു ജോയിന്റ് ഫോം ചെയ്യും. ആ ജോയിന്റിന്റെ പേരാണ് ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റ്. അപ്പോൾ അറിയാലോ, അൾനയും റേഡിയസും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. റേഡിയസിന്റെ താഴേക്ക് വന്നിട്ട് റേഡിയസ് എന്ത് ചെയ്യും, അൾനയുമായിട്ട് ജോയിന്റ് ചെയ്യും. ആ ജോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റ്. അപ്പൊ ആദ്യത്തെ എമിനൻസ് എന്തായിരുന്നു, ഹെഡ് ഓഫ് ദി അൾനയാണ്. ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് സ്റ്റൈലോയിഡ് പ്രോസസ്സ്. ഈ സ്റ്റൈലോയിഡ് പ്രോസസ്സ് ഒന്ന് ഡൗൺവേർഡ്സ് ആയിട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ലോവർ എക്സ്ട്രീമിറ്റിയിൽ താഴേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ് സ്റ്റൈലോയിഡ് പ്രോസസ്സ് അല്ലെങ്കിൽ അൾനാർ സ്റ്റൈലോയിഡ്. ഇതാ ഇവിടെ കാണാം. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ അൾന. താഴേക്ക് വന്നപ്പോൾ കണ്ടോ, വണ്ണം കുറഞ്ഞു തിന്നായിട്ട് വന്നതാണ് നമ്മുടെ അൾന. ഈ അൾന എന്താണ് വന്നിട്ട് ഇവിടെ അൾനയുടെ ഹെഡ് റേഡിയസുമായിട്ട് വന്ന് ജോയിൻ ചെയ്തു. ബാക്കിയുള്ള ഒരു പ്രോസസ്സാണ് സ്റ്റൈലോയിഡ് പ്രോസസ്സ്. ഈ സ്റ്റൈലോയിഡ് പ്രോസസ്സ് എന്താണ്, ബാക്ക്വേർഡ്സിലേക്ക് പ്രൊജക്ട് ചെയ്ത രീതിയിലായിരിക്കും കാണുന്നത്. അതാണ് അൾനയിലുള്ള രണ്ട് എമിനൻസസ് അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സുകൾ. ഓക്കെ, ഇനി അൾനയുടെ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹ്യൂമറസുമായിട്ട് ചേർന്ന് എന്തുണ്ടാക്കുന്നു, എൽബോ ജോയിന്റ് ഉണ്ടാക്കുന്നു. എൽബോ ജോയിന്റ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കൈയൊക്കെ ഇങ്ങനെ അനക്കാനൊക്കെ പറ്റുന്നത്. രണ്ടാമത്തേത് നമ്മുടെ ഫോറാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു റീജിയൻ, ഇതാണ് ഫോറാം റീജിയൻ. ഈ ഫോറാമിൽ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അൾന ഒറ്റയ്ക്കല്ല, റേഡിയസിന്റെ സഹായത്തോടു കൂടി ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ നമ്മുടെ ലോവർ ആമിലേക്കുള്ളതും അതുപോലെ ഹാൻഡിലേക്കുള്ള ലിഗമെന്റ്സും മസിൽസിനെയൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. റേഡിയസുമായിട്ട് ചേർന്നിട്ട് കാർപ്പൽ ബോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. എന്നിട്ട് നമുക്ക് റിസ്റ്റ് ഒക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആക്കുന്നതും അൾനയും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ ഇത്രയും ഫംഗ്ഷൻസും കൂടി പഠിച്ചോളുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയസിനെ പറ്റിയിട്ടാണ്. റേഡിയസ് അറിയാലോ, അൾനയുടെ കൂടെ ഫോറാമിൽ കാണുന്ന ബോണാണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് ഒരു ലാറ്ററൽ ബോൺ ആണ്. എവിടെ കാണുന്നു, ഫോറാമിനകത്ത് കാണുന്ന ബോണാണ് റേഡിയസ്. ഇനി റേഡിയസിനെ സംബന്ധിച്ചും റേഡിയസിനും ഒരു ഷാഫ്റ്റ് റീജിയൻ ഉണ്ട്, രണ്ട് എക്സ്ട്രിമിറ്റീസ് ഉണ്ട്. ഹ്യൂമറസുമായിട്ട് ചേരുന്ന എക്സ്ട്രിമിറ്റി ഉണ്ട്, അതുപോലെ റിസ്റ്റുമായിട്ട് ചേരുന്ന എക്സ്ട്രിമിറ്റി ഉണ്ട്. അങ്ങനെ രണ്ട് എക്സ്ട്രിമിറ്റീസും ഉണ്ട്. ഇനി അൾനയെക്കാളും ഷോർട്ടർ ആണ്. അൾന കുറച്ചും കൂടി നീളം കൂടിയതായിരുന്നു റേഡിയസിൽ. റേഡിയസ് വരുമ്പോൾ എന്താണ്, അൾനയെക്കാളും കുറച്ച് ഷോർട്ടർ ആയിട്ട് നിൽക്കുന്നതാണ്. ഓൾറെഡി നമുക്കറിയാലോ. ഇനി അതിന്റെ സ്ട്രക്ചറിലേക്ക് കടക്കുമ്പോൾ ഈ റേഡിയസിന്റെ അപ്പർ എക്സ്ട്രിമിറ്റി, അതായത് റേഡിയസ് ഇവിടെ ഉണ്ട്, റേഡിയസിന്റെ അപ്പർ എക്സ്ട്രിമിറ്റി എന്ന് പറയുമ്പോൾ ഹ്യൂമറസുമായിട്ട് ചേർന്നിരിക്കുന്ന റീജിയൻ ആണ്. അവിടെ നമുക്കൊരു ബട്ടൺ ഷേപ്ഡ് ഹെഡ് കാണാൻ പറ്റും. അപ്പൊ റേഡിയസിന്റെ ഹെഡ് എവിടെ തന്നെയാണ്, അതിന്റെ അപ്പർ എക്സ്ട്രിമിറ്റിയിൽ തന്നെയാണ്. ഹെഡിന്റെ ഷേപ്പ് എന്തായിരുന്നു, ബട്ടൺ ഷേപ്ഡ് ഹെഡാണുള്ളത്. അപ്പൊ അതെന്താണ്, ആ ഒരു ഹ്യൂമറസിലുള്ള ക്യാപിറ്റുലം എന്ന് പറയുന്ന ഒരു റീജിയണുമായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ നേരെ ഫിഗറിലേക്ക് പോവാം. ദാ ഹ്യൂമറസ് വരുന്നുണ്ട്. ഹ്യൂമറസിലുള്ള റീജിയൻ ആണ് ആര്,
ക്യാപിറ്റുലം. ഈ ക്യാപിറ്റുലവുമായിട്ട് റേഡിയസിന്റെ ഹെഡ് വന്ന് എന്ത് ചെയ്യാണ്? ആർട്ടിക്കുലേറ്റ് ചെയ്യാണ്. അവരുടെ ജോയിന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ആ ഒരു ബട്ടൺ ഹെഡ് നേരെ പോയി ഹ്യൂമറസുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരുന്നു. ബാക്കിയുള്ള ആ ഹെഡിന്റെ പോർഷൻ വന്നിട്ട് അൾനയിലുള്ള റേഡിയൽ നോച്ചുമായിട്ട് തട്ടി തട്ടി ഇങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതാണ് നമ്മുടെ അൾന. അപ്പൊ റേഡിയസിന്റെ ആ ഒരു ഹെഡ് വന്ന് നേരെ ക്യാപിറ്റലുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തു. ബാക്കിയുള്ളത് എന്താണ്? ബാക്കിയുള്ള ആ നോച്ച് അൾനയുടെ ആ ഒരു റേഡിയൽ നോച്ചുമായിട്ട് വന്നിട്ട് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അതാണ് ഈ ഒരു റേഡിയസിന്റെ അപ്പർ എക്സ്ട്രീമിറ്റിയെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഇനി ആ ഒരു ബട്ടൺ ഹെഡ് കഴിഞ്ഞ് താഴെ ആരുണ്ട്? നെക്ക് റീജിയൻ ഉണ്ട്. റേഡിയസിന്റെ നെക്ക് റീജിയൻ ഉണ്ട്. അതിനുശേഷം എന്താണ്? നമ്മുടെ ഷാഫ്റ്റ് റീജിയൻ വരും. അപ്പോൾ ആ നെക്ക് റീജിയനിൽ നമുക്കൊരു റേഡിയൽ ട്യൂബറോസിറ്റി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ട്യൂബറോസിറ്റി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഹ്യൂമറസിനകത്ത് അവിടെയുള്ള ഒരു ഗ്രൂവിനകത്തൂടെ ബൈസെപ്സിന്റെ ടെൻഡൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബൈസെപ്സിന്റെ ആ ഒരു ഇൻസേർഷൻ എവിടെയുണ്ട്? ബാക്കി കണ്ടിന്യൂവേഷൻ നമ്മുടെ ഫോറാമിലേക്ക് വരണമല്ലോ. ആ കണ്ടിന്യൂവേഷൻ നടക്കുന്നത് ഈ റേഡിയസിൽ കൂടെയാണ്. അപ്പോൾ ആ റേഡിയസിന്റെ ആ ഒരു ട്യൂബറോസിറ്റി എന്തിനു സഹായിക്കും? ആ ഒരു ബൈസെപ് മസിലിന്റെ ഇൻസേർഷൻ, ടെൻഡൻ ഇൻസേർഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അപ്പൊ കണ്ടിന്യൂവേഷന് സഹായിക്കുന്ന ബോണാണ് റേഡിയസ്. നെക്സ്റ്റ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ നാരോവർ റീജിയൻ ആണ്. 2 എക്സ്ട്രീമിറ്റി കഴിഞ്ഞ് മിഡിൽ കാണുന്നതാണ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് എന്തായിരിക്കും? നാരോവർ ആയിരിക്കും. കുറച്ചും കൂടി റൗണ്ടഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ദെൻ താഴേക്ക് വരുമ്പോൾ വൈഡൻ ചെയ്തിട്ടാണ് വരുന്നത്. അൾന എങ്ങനെയായിരുന്നു? ലോവർ എക്സ്ട്രീമിറ്റിയിലേക്ക് വരുമ്പോൾ വളരെ ടേപ്പറിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ റേഡിയസ് അങ്ങനെയല്ല. റേഡിയസ് കുറച്ചും കൂടി വീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇമേജ് നോക്കിക്കോളൂ. ഇമേജ് നോക്കുമ്പോൾ ഇവിടെയാണ് റേഡിയസ് ഉള്ളത്. റേഡിയസ് ഉണ്ടോ? താഴേക്ക് വരുമ്പോൾ കുറച്ച് വൈഡൻ ആയിട്ടാണ് വരുന്നത്. ഇനി ഈ ഷാഫ്റ്റിലേക്ക് വരുമ്പോൾ ഷാഫ്റ്റ് 2 സർഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് ഡീപ് ഫ്ലെക്സേഴ്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തതായിട്ട് കാണാം. അതായത് പ്രൊനേറ്റർ, കൈ ഇങ്ങനെ താഴ്ത്താനും ഇങ്ങനെ മുകളിലേക്ക് സുപ്പിനേറ്ററിന് വേണ്ടിയിട്ടുള്ള മസിൽസ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആന്റീരിയർലി ഡീപ് ഫ്ലെക്സേഴ്സ് പ്രൊനേറ്റേഴ്സും അതുപോലെ പോസ്റ്റീരിയർലി ഡീപ് എക്സ്റ്റൻസേഴ്സ് ആൻഡ് സുപ്പിനേറ്റേഴ്സും ആയിരിക്കും നമുക്ക് അറ്റാച്ച് ചെയ്ത രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് ആന്റീരിയർ പോസ്റ്റീരിയർ കാര്യം ഒന്നും മനസ്സിലാക്കി തന്നെ പഠിച്ചോളുക. ആന്റീരിയർലി ആണെങ്കിൽ നമുക്ക് ഡീപ് ഫ്ലെക്സേഴ്സും അതുപോലെ പ്രൊനേറ്റേഴ്സ്, കൈ ഇങ്ങനെ താഴ്ത്തി പിടിക്കാനുള്ള മസിൽസും, പോസ്റ്റീരിയർലി നോക്കുമ്പോൾ ഡീപ്പ് എക്സ്റ്റൻസേഴ്സും അതുപോലെ സുപ്പിനേറ്റർ, നമുക്ക് കൈ ഇങ്ങനെ മലർത്തി പിടിക്കാനുള്ള മസിൽസും ആണ് എവിടെ പ്രസന്റ് ആയിരിക്കുന്നത്? ഈ ഒരു റേഡിയസിൽ പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പൊ ഈ മസിൽസ് എല്ലാം ഈ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മൂവ്മെന്റ് പോസിബിൾ ആക്കാനായിട്ട് റേഡിയസ് സഹായിക്കും. നെക്സ്റ്റ് പറയുന്നത് ഈ റേഡിയസും അൾനയും തൊട്ട് രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ഒരു ഫോറാമിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ റേഡിയസും അൾനയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് അവിടെ ഇന്ററോസിയസ് ലിഗമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ററോസിയസ് മെംബ്രെയിൻ ഉണ്ട്. ഈ ഒരു ഇമേജിൽ കൊടുത്തിട്ടുണ്ട്. റേഡിയസും അൾനയുണ്ട്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് അവിടെ ഇന്ററോസിയസ് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇന്ററോസിയസ് ലിഗമെന്റ് ഉണ്ട്. അത് റേഡിയസിൽ നിന്ന് നേരെ അൾനയിലേക്ക് വന്നിട്ട് ആ മസിൽസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്, പക്ഷെ അൾനയും റേഡിയസ് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു മെംബ്രെയിൻ അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് വന്ന ലോവർ എക്സ്ട്രീമിറ്റിയിലേക്ക് വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ കുറച്ച് സ്ക്വയർ ആയിട്ട് വൈഡൻ ആയിട്ടായിരിക്കും റേഡിയസ് വരുന്നത്. എന്നിട്ട് നേരെ താഴേക്ക് വന്ന് ഇവിടെ 2 ജോയിന്റ്സ് ഫോം ചെയ്യാണ് റേഡിയസ് വന്നിട്ട്. ഏതൊക്കെയാണ് ആ ജോയിന്റ് നോക്കാം. ഒന്ന്, ഇൻഫീരിയർ ആർട്ടിക്കുലേറ്റിംഗ് സർഫേസസ് വന്നിട്ട് ലോവർ എക്സ്ട്രീമിറ്റി നേരെ വന്നിട്ട് സ്കാഫോൾഡ് ആയിട്ടും അതുപോലെ ല്യൂണേറ്റ് ആയിട്ടും, ഈ 2 നമ്മുടെ കാർപ്പലിലുള്ള ബോൺസ് ആണ്. പോകുന്ന വഴി നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ സ്കാഫോൾഡും അതുപോലെ ല്യൂണേറ്റ് ബോൺസും കൂടെ തമ്മിൽ ചേർന്നിട്ട് റിസ്റ്റ് ജോയിന്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ റിസ്റ്റ് ജോയിന്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? റേഡിയസിന്റെ ലോവർ എക്സ്ട്രീമിറ്റി, ഇൻഫീരിയർ ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഓഫ് ദി ലോവർ എക്സ്ട്രീമിറ്റി ഓഫ് റേഡിയസ് നേരെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന സ്കാഫോൾഡ് ആയിട്ടും അതുപോലെ ല്യൂണേറ്റ് ആയിട്ടും വന്നിട്ട് റിസ്റ്റ് ജോയിന്റ് ഫോം ചെയ്യും. നേരെ ഫിഗറിൽ നോക്കിക്കോ. ഇവിടെ റേഡിയസ് ഉണ്ട്. റേഡിയസ് വന്നിട്ട് സ്കാഫോൾഡും ല്യൂണേറ്റും, ഇവർ രണ്ടുപേരുമാണ് താഴെ ഇരിക്കുന്നത്. അപ്പൊ സ്കാഫോൾഡും ല്യൂണേറ്റുമായിട്ട് വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് എന്തുണ്ടായി? റിസ്റ്റ് ജോയിന്റ് ഫോം ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ജോയിന്റ് ഏതാണ്? നമ്മൾ നേരത്തെ അൾനയിൽ പറഞ്ഞ ജോയിന്റ് തന്നെയാണ്. അൾനയുടെ ആ ഒരു ഹെഡ് റീജിയണും അതുപോലെ റേഡിയസിന്റെ ആ ഒരു ലോവർ എക്സ്ട്രീമിറ്റിയും കൂടെ വന്നിട്ട് ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെ 2 ജോയിന്റ് റേഡിയസ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു ജോയിന്റ് റിസ്റ്റ് ജോയിന്റും ഒന്ന് അൾനയുമായിട്ടുള്ള ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റ്. ഇനി ലാറ്ററൽ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ
പ്രൊലോങ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോണിക്കൽ പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. അതാണ് റേഡിയോൽ സ്റ്റൈലോയിഡ് പ്രോസസ്സ്. കോണിക്കൽ ആയിട്ടുള്ള ഒരു എന്താണ് പ്രൊജക്ഷൻ ആണ്. അതെന്താ ലാറ്ററൽ സർഫേസ്, ലോവർ എക്സ്ട്രീമിറ്റിയിൽ വരുമ്പോൾ ലാറ്ററൽ സർഫേസും അതുപോലെ തന്നെ ആ ഒരു ലോവർ എക്സ്ട്രീമിറ്റി ഓഫ് ദ റേഡിയസ് വന്നിട്ട് കോണിക്കൽ പ്രൊജക്ഷൻ കൊടുക്കുന്നു. പ്രൊജക്ഷന്റെ പേരെന്താണ്? റേഡിയൽ സ്റ്റൈലോയിഡ് പ്രോസസ് എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു റേഡിയസിന്റെയും അൾനയുടെയും ഇൻ ബെറ്റ്വീൻ ആയിട്ട് കാണുന്ന ഒരു ഇന്ററോസിയസ് ലിഗമെന്റ് ഉണ്ടല്ലോ, ആ ലിഗമെന്റ് റേഡിയസ് ടു അൾന എന്ന രീതിയിലാണ് ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നത്. എന്നിട്ട് മസിൽസിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നേരെ ഫ്രണ്ട് ഓഫ് ദി ഫോർ ആമിൽ ഇങ്ങനെ വന്നാണ് ആ ലിഗമെന്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മസിൽസും അതുപോലെ ലിഗമെന്റ്സും ഒക്കെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ വീണ്ടും നമുക്കത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ആ ഒരു റേഡിയസിന്റെയും അൾനയുടെയും ആ ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ജോയിന്റ് ഫോം ആക്കുന്നതെന്ന് മാത്രം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചോളുക. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബോൺസ് ഓഫ് റിസ്റ്റ് ആൻഡ് ഹാൻഡ് ആണ്. നമ്മുടെ ഈ ഒരു റിസ്റ്റ്, നമ്മൾ വാച്ച് കെട്ടുന്ന റിസ്റ്റ് റീജിയണും അതുപോലെ നമ്മുടെ ഒരു പാം റീജിയൻ, ഹാൻഡ് റീജിയണും കൂടി തമ്മിലുള്ള ആ ഒരു ബോൺസ് ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹൗ ആർ യു വരെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഹ്യൂമറസ്, റേഡിയസ്, അൾന. ഇനി ആരൊക്കെയുണ്ട്? കോൾ മീ പ്ലീസ്. എന്താണ്? കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ്. 3 ബോൺസ് കൂടി പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കാർപ്പൽസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഹാൻഡിന്റെ ആ ഒരു ബോൺസ് നമ്മൾ ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർപ്പസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിസ്റ്റിനെയാണ് നമ്മൾ കാർപ്പസ് എന്ന് വിളിക്കുന്നത്. ഈ ഇവിടുത്തെ ആ ഒരു ബോൺസ് ചേർന്നിട്ടാണ് റേഡിയസുമായിട്ട് നമ്മൾ റിസ്റ്റ് ജോയിന്റ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെയുള്ള ബോൺസ് വളരെ ഷോർട്ട് ആയിട്ടുള്ള ബോൺസ് ആണ്. നേരെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദാ റിസ്റ്റ് ജോയിന്റ്സ് കണ്ടോ, പൊട്ടി പൊട്ടി പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ബോൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടുത്തെ കാർപ്പസ് അല്ലെങ്കിൽ റിസ്റ്റ് ജോയിന്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവയെല്ലാം എന്താണ്? ഷോർട്ട് ബോൺസ് ആണ്. അപ്പോൾ കാർപ്പൽ ബോൺസ് ഷോർട്ട് ബോൺസ് ആണ്. ഇനി മെറ്റാകാർപ്പൽസ് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ പാം റീജിയനിൽ ഉള്ള ആ ഒരു എല്ലുകളാണ് മെറ്റാകാർപ്പൽസ് എന്ന് വിളിക്കുന്നത്. ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ മെറ്റാകാർപ്പൽസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പാം, കൈക്കകത്ത് നിൽക്കുന്ന ആ ഒരു എല്ലുകളാണ് മെറ്റാകാർപ്പൽസ്. ദെൻ ഫലാഞ്ചസ് വരുമ്പോൾ എന്താണ്? നമ്മുടെ ഫിംഗർ മേഡ് ചെയ്തിരിക്കുന്ന എല്ലുകളെയാണ് നമ്മൾ ഫലാഞ്ചസ് എന്ന് വിളിക്കുന്നത്. ഫലാഞ്ചസ്, ഇത്രയും ഫലാഞ്ചസ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ടായിരുന്നു? 14 ഫലാഞ്ചസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫലാഞ്ചസും മെറ്റാകാർപ്പൽസും കാർപ്പൽസും പറഞ്ഞു. ഇതിനകത്ത് കാർപ്പൽസ് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. എത്ര എണ്ണം ഉണ്ടോ അത്രയും നമ്മൾ കാണാതെ പഠിക്കണം, പേര് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ നേരത്തെ ആ ഒരു റിസ്റ്റ് ജോയിന്റിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് വന്നിരുന്നു അല്ലെ, ആ ഒരു കാർപ്പൽ ബോൺസിന്റെ പേര് വന്നിരുന്നു. അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ഫലാഞ്ചസ് അല്ലെങ്കിൽ ഈ ഒരു ഫിംഗർ ബോൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ബോൺസ് ആണ്. കാർപ്പസിനെ സംബന്ധിച്ച് 8 ബോൺസ് റോ ആയിട്ട് 4 ബോൺസ് വെച്ച് 2 റോ ആയിട്ട് 4 ബോൺസ്, 4 4 8 എന്ന രീതിയിലാണ് കാർപ്പൽ ബോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് പഠിക്കാനായിട്ട് നമുക്കൊരു സാധനം പഠിക്കാം. എന്താണ്? സാലി ലെഫ്റ്റ് ദി പാർട്ടി ടു ടേക്ക് കാത്തി ഹോം. സാലി പാർട്ടിയിൽ നിന്ന് പോയി എന്തിനു വേണ്ടിയിട്ടാണ്? കാത്തിയെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട്. സാലി ലെഫ്റ്റ് ദി പാർട്ടി ടു ടേക്ക് കാത്തി ഹോം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കാർപ്പൽ ബോൺസിന്റെ പേര് പഠിക്കാം. എങ്ങനെ പഠിക്കാം നോക്കാം. അപ്പൊ സാലി ലെഫ്റ്റ് ദ പാർട്ടി ടു ടേക്ക് കാത്തി ഹോം. അതിനകത്ത് യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ലെറ്റേഴ്സ് മാത്രം സ്ട്രെസ് ചെയ്യുക. സാലിയിലെ എസ്, ലെഫ്റ്റിന്റെ എൽ, ദെൻ ഡായുടെ ടി, ദെൻ പാർട്ടിയുടെ പി, ടൂന്റെ ടി, ദെൻ ടേക്കിന്റെ ടി, കാത്തിയുടെ സി ആൻഡ് ഹോമിന്റെ എച്ച്. അങ്ങനെ ആ ഒരു എന്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ലെറ്റേഴ്സ് മാത്രം സ്ട്രെസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബോൺസ് പഠിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് സാലി. സാലിയുടെ എസ് കൊണ്ട് നമുക്ക് ഏത് ബോണിന്റെ പേര് പഠിക്കാം? സ്കാഫോയിഡ് പഠിക്കാം. ഓക്കെ, സ്കാഫോയിഡ് ആണ് സാലിയുടെ എസ്. അപ്പോൾ സ്കാഫോയിഡ് ഫസ്റ്റ് ബോൺ പഠിച്ചു. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ബോൺ ആണ് ല്യൂണേറ്റ്. ല്യൂണേറ്റ് ബോൺ. സ്കാഫോയിഡ് പഠിച്ചു, ല്യൂണേറ്റ് പഠിച്ചു. ദെൻ മൂന്നാമത്തെ ബോൺ ആണ് ട്രൈക്വിട്രൽ ബോൺ. മൂന്നാമത്തെ ബോണ് ട്രൈക്വിട്രൽ. ദെൻ നാലാമത്തെ ബോൺ ആണ് പിസിഫോം. അഞ്ചാമത്തേത് ട്രപ്പീസിയം. ആറാമത്തേത് ട്രപ്പീസോയിഡ്. ഏഴാമത്തേത് ക്യാപിറ്റേറ്റ്. ദെൻ എട്ടാമത്തേത് ഹാമേറ്റ്. അങ്ങനെ നമ്മൾ 8 ബോൺസ് പഠിക്കുകയാണ്. സ്കാഫോയിഡ്, ദെൻ ല്യൂണേറ്റ്, ട്രൈക്വിട്രൽ, ദെൻ പിസിഫോം, ട്രപ്പീസിയം, ട്രപ്പീസോയിഡ്, ദെൻ ക്യാപിറ്റേറ്റ്, അത് കഴിഞ്ഞ് ഹാമേറ്റ്. അങ്ങനെ 8 ബോൺസ് നമ്മൾ എവിടെ പഠിക്കണം? റിസ്റ്റ് അല്ലെങ്കിൽ കാർപ്പൽ ബോൺസ് പഠിക്കുമ്പോൾ ഈ 8 എണ്ണം പഠിക്കണം. പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കാം? സാലി ലെഫ്റ്റ് ദ പാർട്ടി ടു ടേക്ക് കാത്തി ഹോം വെച്ച് പഠിക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കളറിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കാർപ്പൽ ബോൺസ്. അതിനകത്ത്
ഇവിടെ സ്കാഫോയിഡ് ഉണ്ട്, ല്യൂണേറ്റ് ഉണ്ട്, ഏറ്റവും അടിയിൽ കാണുന്നതാണ്. അപ്പൊ ഇവരായിരിക്കും എന്താണ് നമ്മുടെ റേഡിയസുമായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ വന്നിട്ട് റിസ്റ്റ് ജോയിന്റ് ഫോം ചെയ്യുന്നു എന്ന് പറയാനുള്ള റീസൺ. ദെൻ നെക്സ്റ്റ് ആരുണ്ട്? ട്രൈക്വിട്രം ഉണ്ട്. അത് കഴിഞ്ഞ് പിസിഫോം, ട്രപ്പീസിയം, ട്രപ്പീസോയിഡ്, ക്യാപിറ്റേറ്റ്, ഹാമേറ്റ്. നമ്മൾ പഠിച്ച ഓർഡറിലല്ല ഇവിടെ കിടക്കുന്നത്, പക്ഷെ എന്നാലും എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ കൊടുത്തു എന്ന് മാത്രം. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് അപ്പർ റോയുടെയും ലോവർ റോയുടെയും കാര്യമാണ്. റോ വൈസ് 2 റോയിലാണ് 4 എണ്ണം വെച്ച് 8 എണ്ണമായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് പറഞ്ഞു. അതിൽ അപ്പർ റോയിലുള്ള ബോൺസ് ആണ് ഫസ്റ്റ് സ്കാഫോയിഡ്. ഈ സ്കാഫോയിഡ് ബോണിന് വേറൊരു പേരുണ്ട്, നേവിക്കുലാർ ബോൺ. അപ്പൊ വേറൊരു പേരുള്ളത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ സ്കാഫോയിഡിന്റെ വേറൊരു പേര് നേവിക്കുലാർ ബോൺ എന്നാണ്. അപ്പൊ അതൊരു ബോട്ട് ഷേപ്പിൽ വള്ളം പോലെ കാണുന്ന ബോണാണ് ഈ പറയുന്ന സ്കാഫോയിഡ്. ദെൻ രണ്ടാമത്തെ ല്യൂണേറ്റ്. ല്യൂണേറ്റ് എന്ന് പറയുമ്പോൾ സെമി ലൂണാർ, അർദ്ധചന്ദ്രന്റെ ആകൃതിയിൽ കാണുന്നതാണ് ല്യൂണേറ്റ് ബോണ്. ദെൻ നെക്സ്റ്റ് ട്രൈക്വിട്രൽ ആൻഡ് പിസിഫോം. ട്രൈക്വിട്രൽ, പിസിഫോം ഇവർ 4 പേരുമാണ് മുകളിലത്തെ അപ്പർ റോയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബോൺസ്. ദെൻ താഴത്തെ റോയിലേക്ക് വരുമ്പോൾ ആരൊക്കെയുള്ളത്? ട്രപ്പീസിയം, ട്രപ്പീസോയിഡ്, ക്യാപിറ്റേറ്റ് ആൻഡ് ഹാമേറ്റ്. ഇവർ 4 പേരും താഴത്തെ റോയിലും അറേഞ്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെ 2 റോസ് ആയിട്ടാണ് ഈ പറയുന്ന കാർപ്പൽ ബോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ല്യൂണേറ്റ് അല്ലെങ്കിൽ സെമി ലൂണാർ എന്ന് പറഞ്ഞാൽ അർദ്ധചന്ദ്രന്റെ ആകൃതിയിൽ, ക്രസന്റിക് ഹാഫ് മൂണിന്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. അത് വന്നിട്ട് നമ്മുടെ റേഡിയസിന്റെ ലോവർ എക്സ്ട്രീമിറ്റി ആയിട്ട് വന്നിട്ട് റിസ്റ്റ് ജോയിന്റ് ഫോം ചെയ്യുന്നു. അതിനുശേഷം താഴെയുള്ളതെല്ലാം കൂടി എന്താണ് രണ്ടാമത്തെ റോ ആയിട്ട് ഇങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മെറ്റാകാർപ്പസ്, അതായത് നമ്മുടെ ഈ ഒരു പാം റീജിയൻ, ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മെറ്റാകാർപ്പസ്. അവിടെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണമാണ്. 5 വിരലിലേക്കും 5 മെറ്റാകാർപ്പൽ ബോൺസ് ആണ് പോകുന്നത്. അപ്പോൾ മെറ്റാകാർപ്പൽസിലേക്ക് വരുമ്പോൾ എന്താണ് ഓരോ ബോണിനും ഒരു ഷാഫ്റ്റും ഉണ്ട്, 2 എക്സ്ട്രിമിറ്റി. കാർപ്പൽ ബോൺസിലേക്ക് നീണ്ടിരിക്കുന്ന റീജിയനും ഉണ്ട്, ഫെലാഞ്ചസിലേക്ക് നീണ്ടിരിക്കുന്ന റീജിയനും ഉണ്ട്. അങ്ങനെ 2 എക്സ്ട്രിമിറ്റിയും ഒരു ഷാഫ്റ്റുമാണ് ആർക്കുള്ളത്? മെറ്റാകാർപ്പസിനുള്ളത്. ഇനി എക്സ്ട്രിമിറ്റി നമ്മൾ കാർപ്പൽ ബോൺസിലേക്ക് നീണ്ടിരിക്കുന്ന പോർഷൻ ആണെങ്കിൽ അതിന് നമ്മൾ കാർപ്പൽ എക്സ്ട്രിമിറ്റി എന്ന് വിളിക്കും. ഈ ഫെലാഞ്ചസ് ഈ ഒരു ഫിഗർ വെച്ച് പഠിക്കാം. ഈ ഫെലാഞ്ചസ് കാർപ്പൽ ബോൺസിലേക്ക് ഇങ്ങോട്ട് നീണ്ടിരിക്കുന്ന റീജിയൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? കാർപ്പൽ എക്സ്ട്രിമിറ്റി എന്ന് വിളിക്കുന്നു. അതിനുശേഷം ഈ എന്താണ് മെറ്റാകാർപ്പലും അതുപോലെ കാർപ്പലും കൂടി വരുന്ന ആ ഒരു ജോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ്. ജോയിന്റ് പേര് പഠിച്ചോളുക, കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ്. ആ എക്സ്ട്രിമിറ്റി നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കാർപ്പൽ എക്സ്ട്രിമിറ്റി എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത ഡിസ്റ്റൽ എക്സ്ട്രിമിറ്റി ഉണ്ടല്ലോ, ഫെലാഞ്ചസിലേക്ക് പോകുന്ന ആ ഒരു റീജിയനെ നമ്മൾ ഹെഡ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെയാണ് ഹെഡ് റീജിയൻ വരുന്നത്. ദെൻ ഇതിനെ നമ്മൾ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നു. താഴേക്കുള്ള എക്സ്ട്രിമിറ്റി നമ്മൾ കാർപ്പൽ എക്സ്ട്രിമിറ്റി എന്ന് വിളിക്കുന്നു. എന്നിട്ട് ഈ ഹെഡ് റീജിയൻ എന്ത് ചെയ്യും? ഫെലാഞ്ചസുമായിട്ട് പോയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഈ ഒരു മെറ്റാകാർപ്പലിന്റെ ഷാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രിസ്മോഡിയൽ ആയിട്ട്, അതായത് കുറച്ച് ബ്രോഡസ്റ്റ് ആയിട്ട് ഉള്ള സർഫേസ് ആയിരിക്കും ഇരിക്കുന്നത്. പോസ്റ്റീരിയർലി നോക്കിക്കഴിഞ്ഞാൽ ബ്രോഡസ്റ്റ്, നല്ല ബ്രോഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ആ ഒരു ബ്രോഡ്നെസ് കുറഞ്ഞ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈ ഷാഫ്റ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലാണ് ഇന്ററോസിയസ് മസിൽസ്. നമ്മൾ എന്തിൽ കണ്ടു? റേഡിയസ് അൾനയിൽ നമ്മൾ ഇന്ററോസിയസ് ലിഗമെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നു, മെംബ്രെയിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ ഈ ഒരു മെറ്റാകാർപ്പലിന്റെ ഷാഫ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത രീതിയിൽ ഇന്ററോസിയസ് മസിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫെലാഞ്ചസ് ആണ്. ഫെലാഞ്ചസ് എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മളുടെ ഫിംഗേഴ്സിലേക്ക് വരുന്ന ബോൺസിനെയാണ് ഫെലാഞ്ചസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഫെലാഞ്ചസും എങ്ങനെയാണ്? ലോങ് ബോൺസ് ആണ്. ഒരു ഷാഫ്റ്റും ഉണ്ട്, 2 എക്സ്ട്രിമിറ്റീസും ഉണ്ട്. ഷാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്റ്റൽ എൻഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ടേപ്പർ ചെയ്ത് കൂർത്ത രീതിയിലായിരിക്കും ആ ഒരു ഷാഫ്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ടോട്ടൽ എത്ര ഫെലാഞ്ചസ് ഉണ്ട്? 14 ഫെലാഞ്ചസ് ഉണ്ട്. ഓരോ ഫിംഗറിലും 3 എണ്ണം വെച്ചുണ്ട്. പക്ഷെ തമ്പിൽ മാത്രം എത്ര എണ്ണേ ഉള്ളൂ? 2 എണ്ണേ ഉള്ളൂ. ഇല്ലെങ്കിൽ 5 3 15 ആവാനുള്ളതായിരുന്നു. പക്ഷെ തമ്പിൽ 2 എണ്ണം ആയതുകൊണ്ടാണ് നമുക്ക് 14 ഫെലാഞ്ചസ് ആയി പോയത്. ഓക്കെ, ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, ദാ ഒരു ഫെലാഞ്ചസ്, രണ്ടാമത്തത്, മൂന്നാമത്തത്, അങ്ങനെ 3 ബോൺസ് ഉണ്ട്. തമ്പിലേക്ക് വരുമ്പോൾ ഇവിടെ 2 ബോൺസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ടോട്ടൽ 14 ഫെലാഞ്ചസ് ആയി പോയത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഷോൾഡർ ഗേർഡിൽ കൺസിസ്റ്റ് ഓഫ്. ഷോൾഡർ ഗേർഡിൽ എന്തൊക്കെ കൊണ്ടാണ് മേടിതിരിക്കുന്നത്?
ഓപ്ഷൻ എ 2 സ്കാപ്പുല, ഓപ്ഷൻ ബി 2 ക്ലേവിക്കിൾ, ഓപ്ഷൻ സി 1 സ്കാപ്പുല ആൻഡ് 1 ക്ലേവിക്കിൾ, ഓപ്ഷൻ ഡി എ ആൻഡ് ബി. അപ്പോ ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ആൻസർ കീ വന്ന സമയത്ത് ഓപ്ഷൻ ഡി എ ആൻഡ് ബി ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്, നമുക്ക് 2 ഷോൾഡർ ഗർഡൽ ഉണ്ട്, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അപ്പൊ 2 സ്കാപ്പുല, ഒരു സ്കാപ്പുല ഇവിടെ, ഒരു സ്കാപ്പുല ഇവിടെ, ഒരു ക്ലേവിക്കിൾ, ഒരു ക്ലേവിക്കിൾ, അങ്ങനെയാണ് എ ആൻഡ് ബി ആൻസർ വന്നത്. ഇനി നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് സംശയം വരുന്ന ഓപ്ഷൻ സി ആണ്, 1 സ്കാപ്പുല ആൻഡ് 1 ക്ലേവിക്കിൾ. ഒരു സ്കാപ്പുലയും ഒരു ക്ലേവിക്കിളും എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. പക്ഷെ ആൻസർ കീ വന്ന സമയത്ത് എ ആൻഡ് ബി ആണ്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് ഓപ്ഷനകത്ത് 1 സ്കാപ്പുല ആൻഡ് 1 ക്ലേവിക്കിൾ ഈച്ച് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഓപ്ഷൻ സി കൊടുക്കാം. കാരണം ഒരു സ്കാപ്പുല ഒരു ക്ലേവിക്കിളും വെച്ച് 2 ഷോൾഡർ ഗർഡിലും ഉണ്ടെന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ആൻസർ 2 സ്കാപ്പുല 2 ക്ലേവിക്കിൾ, കാരണം നമുക്ക് 2 ഷോൾഡർ ഗർഡിൽസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോളാർ ബോൺ ഈസ് ഡാഷ്. എന്താണ് കോളാർ ബോൺ? കോളാർ ബോണിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ക്ലേവിക്കിൾ, ഓപ്ഷൻ ബി സ്കേപ്പുല, ഓപ്ഷൻ സി ഷോൾഡർ, ഓപ്ഷൻ ഡി ഹ്യൂമറസ്. നമുക്കറിയാം ഏതാണ്, ഓപ്ഷൻ എ ക്ലേവിക്കിൾ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോൾഡർ ബ്ലേഡ് ഈസ് ആൻ അനദർ നെയിം ഓഫ്. ഷോൾഡർ ബ്ലേഡ് ഏതിന്റെ വേറൊരു നെയിം ആണ്? ഓപ്ഷൻ എ ഹ്യൂമറസ്, ഓപ്ഷൻ ബി സ്കാപ്പുല, ഓപ്ഷൻ സി ഷോൾഡർ, ഓപ്ഷൻ ഡി റേഡിയസ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സ്കാപ്പുലയുടെ വേറൊരു പേരാണ് ഷോൾഡർ ബ്ലേഡ്. ഓക്കെ, അപ്പൊ അതുകൂടി ചേർത്ത് പഠിച്ചോളുക. ഷോൾഡർ ബ്ലേഡ് എന്ന് വിളിക്കുന്ന ആരെയാണ്? സ്കേപ്പുലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോൺ ഓഫ് ഹാൻഡ് ആർ കാൾഡ്. കൈയിലെ ബോൺസിനെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ കാർപ്പൽ ബോൺസ്, ഓപ്ഷൻ ബി മെറ്റാകാർപ്പൽ ബോൺസ്, ഓപ്ഷൻ സി ഫലാഞ്ചസ്, ഓപ്ഷൻ ഡി ഹിപ്പ് ബോൺ. അപ്പൊ കൈ എന്ന് പറയുമ്പോൾ നമ്മുടെ പാം ആണ് ഉദ്ദേശിക്കുന്നത്. കൈയുടെ ബോണിനെ എന്ത് വിളിക്കുന്നു? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ 3 ഓപ്ഷൻ ആയിരിക്കും സംശയം. കാർപ്പൽ എന്ന് വിളിച്ചൂടെ? കാർപ്പൽ കയ്യിലുള്ളതല്ലേ. മെറ്റാകാർപ്പൽ എന്ന് വിളിച്ചൂടെ? ഫലാഞ്ചസ് എന്ന് വിളിച്ചൂടെ? പക്ഷേ മെറ്റാകാർപ്പൽ ബോൺസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്, ഹാൻഡ് എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഈ പാം ആണ്. മറ്റേത് നമുക്ക് എന്താണ്, ഫിംഗർ എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. ഫിംഗർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫലാഞ്ചസ് കൊടുക്കാം, റിസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാർപ്പൽ ബോൺസ് കൊടുക്കാം. ഇപ്പൊ ബോൺസ് ഓഫ് ഹാൻഡ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി മെറ്റാകാർപ്പൽ ബോൺസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കാം, MCQs ആയിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദി സ്കെലിറ്റൺ ഓഫ് ദി അപ്പർ ലിംബ് അറ്റാച്ച്ഡ് ടു ദ ട്രങ്ക്. എങ്ങനെയാണ് അപ്പർ ലിംബിലുള്ള ബോൺസ് ട്രങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ബൈ ദ ഹ്യൂമറസ്, ഓപ്ഷൻ ബി ബൈ ദി അൾന ആൻഡ് റേഡിയസ്, ഓപ്ഷൻ സി ബൈ ഷോൾഡർ ഗേർഡിൽ, ഓപ്ഷൻ ബി ബൈ ദ ക്ലേവിക്കിൾ ഒള്ളി. എങ്ങനെയാണ് അപ്പർ ലിംബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ബൈ ദി ഷോൾഡർ ഗേർഡിൽ. ഷോൾഡർ ഗേർഡിൽ കൊണ്ടാണ് നമുക്ക് അപ്പർ ലിംബ് നമ്മുടെ ട്രങ്കുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബോൺസ് മേക്ക് അപ്പ് ദി സ്കെലട്ടൺ ഓഫ് ദി ആം, ഫോർആം ആൻഡ് ഹാൻഡ്. ഫോർആം, ഹാൻഡ്, അപ്പർ ആം എല്ലാം കൂടി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര ബോൺസ് ഉണ്ട്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 35. എത്ര ബോൺസ് ആണ്? ഓപ്ഷൻ സി 30 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബോൺസ് ഈസ് പാർട്ട് ഓഫ് ഷോൾഡർ ഗേർഡിൽ. ഷോൾഡർ ഗേർഡിലിന്റെ പാർട്ടായിട്ട് വരുന്ന ബോൺസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഹ്യൂമറസ്, ഓപ്ഷൻ ബി സ്കേപ്പുല, ഓപ്ഷൻ സി റേഡിയസ്, ഓപ്ഷൻ ഡി ഫലാഞ്ചസ്. ഏതാ ആൻസർ? ഓപ്ഷൻ ബി സ്കാപ്പുലയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ക്ലേവിക്കിൾ. ക്ലേവിക്കിളിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ടു പ്രൊട്ടക്ട് ദ ലങ്സ്, ഓപ്ഷൻ ബി ടു കണക്ട് ദി അപ്പർ ലിംബ് ടു ദി ആക്സിയൽ സ്കെലട്ടൻ, ഓപ്ഷൻ സി ടു ഫോം ദി എൽബോ ജോയിന്റ്, ഓപ്ഷൻ ഡി ടു സപ്പോർട്ട് ദി ഫോർആം മസിൽസ്. എന്താണ് ക്ലേവിക്കിളിന്റെ ഫംഗ്ഷൻ? ഓപ്ഷൻ ബി ആണ്, ടു കണക്ട് ദി അപ്പർ ലിംബ് ടു ദി ആക്സിയൽ സ്കെലട്ടൻ. അപ്പർ ലിംബ്, നമ്മുടെ അപ്പർ ലിംബ് ഇതാണ്, 2 കൈകളാണ് അപ്പർ ലിംബ്, ആക്സിയൽ സ്കെലട്ടൻ ഇതാണ്. അപ്പോൾ ഈ 2 കൈകൾ, 2 അപ്പർ ലിംബിനെയും ആക്സിയൽ സ്കെലട്ടനിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്ലേവിക്കിളിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ലാറ്ററൽ എക്സ്ട്രീമിറ്റി ഓഫ് ദ ക്ലേവിക്കിൾ. ക്ലേവിക്കിളിന്റെ ലാറ്ററൽ എക്സ്ട്രീമിറ്റിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ സ്റ്റേർണൽ എക്സ്ട്രീമിറ്റി, ഓപ്ഷൻ ബി അക്രോമിയൽ എക്സ്ട്രീമിറ്റി, ഓപ്ഷൻ സി ഗ്ലെനോയിഡ് എക്സ്ട്രീമിറ്റി, ഓപ്ഷൻ ഡി ട്യൂബർക്കുലർ എക്സ്ട്രീമിറ്റി. എന്താണ്? ഓപ്ഷൻ ബി ആണ്, അക്രോമിയൽ എക്സ്ട്രീമിറ്റി എന്നാണ് നമ്മൾ ലാറ്ററൽ എക്സ്ട്രീമിറ്റിയെ പറയുന്നത്. അക്രോമിയനുമായിട്ട് സ്കാപ്പുലയുടെ അക്രോമിയനിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന റീജിയനെയാണ് നമ്മൾ അക്രോമിയൽ എക്സ്ട്രീമിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബോൺ ഫോംസ് ദി പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ഷോൾഡർ ഗേർഡിൽ. ഷോൾഡർ ഗേർഡിലിന്റെ പോസ്റ്റീരിയർ പാർട്ടിൽ വരുന്ന ബോൺ ഏതാണ്? ഓപ്ഷൻ എ ഹ്യൂമറസ്, ഓപ്ഷൻ ബി ക്ലേവിക്കിൾ, ഓപ്ഷൻ സി സ്കേപ്പുല, ഓപ്ഷൻ ഡി റേഡിയസ്. ഏതാണ്? ഓപ്ഷൻ സി സ്കേപ്പുലയാണ് ആൻസർ. ഷോൾഡർ ഗേർഡിലിന്റെ പോസ്റ്റീരിയർ ഭാഗത്ത് വരുന്നത് ഏതാണ്? സ്കാപ്പുലയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ആന്റീരിയർ സർഫസ് ഓഫ് ദി സ്കാപ്പുല കൾ? സ്കാപ്പുലയുടെ ആന്റീരിയർ സർഫസിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഓപ്ഷൻ എ ഡോർസൽ സർഫസ്, ഓപ്ഷൻ ബി അക്രോമിയൻ, ഓപ്ഷൻ സി സബ് സ്കാപ്പുല ഫോസ, ഓപ്ഷൻ ഡി ഗ്ലെനോയിഡ് ക്യാവിറ്റി. എന്തെന്ന് വിളിക്കും? ഓപ്ഷൻ സി എന്ന് വിളിക്കും, സബ് സ്കാപ്പുലർ ഫോസ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബോൺ ഈസ് ദി ലോങ്സ്റ്റ് ഇൻ ദി അപ്പർ ലിംബ്? അപ്പർ ലിംബിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ബോൺ ഏതാണ്? ഓപ്ഷൻ എ റേഡിയസ്, ഓപ്ഷൻ ബി അൾന, ഓപ്ഷൻ സി ഹ്യൂമറസ്, ഓപ്ഷൻ ഡി സ്കാപ്പുല. ഏതാണ്? ഓപ്ഷൻ സി ഹ്യൂമറസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദി റേഡിയൽ ഗ്രൂവ് ഓൺ ദി ഹ്യൂമറസ്? ഹ്യൂമറസിലുള്ള റേഡിയൽ ഗ്രൂവിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ടു പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് ഓഫ് ദി ഡെൽറ്റോയിഡ് മസിൽ, ഓപ്ഷൻ ബി ടു ഗീവ് പാസേജ് ടു ദ റേഡിയൽ നെർവ്സ്, ഓപ്ഷൻ സി ടു ആർട്ടിക്കുലേറ്റ് വിത്ത് ദ അൾന, ഓപ്ഷൻ ഡി ടു ഫോം ദി ഷോൾഡർ ജോയിന്റ്. അപ്പോൾ ഈ ഒരു റേഡിയൽ ഗ്രൂവിന് റേഡിയൽ ഗ്രൂവ് എന്ന പേര് വരാൻ കാരണം ഒരു നെർവ് അതുവഴി പാസ് ചെയ്യുന്നുണ്ട്. അത് ഏതാണ് ആ നെർവ്? ഓപ്ഷൻ ബി ടു ഗീവ് പാസേജ് ദ റേഡിയൽ നെർവ്. ആ നെർവിന്റെ പേര് റേഡിയൽ നെർവ് എന്നാണ്. സോ അതുകൊണ്ടാണ് അതിന് റേഡിയൽ ഗ്രൂവ് എന്ന പേര് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി ലൊക്കേറ്റഡ്? എവിടെയാണ് ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി കാണാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ഓൺ ദ സ്കേപ്പുല, ഓപ്ഷൻ ബി ഓൺ ദ ക്ലേവിക്കിൾ, ഓപ്ഷൻ സി ഓൺ ദി ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദി ഹ്യൂമറസ് ഷാഫ്റ്റ്, ഓപ്ഷൻ ഡി ഓൺ ദി അൾന. എവിടെയാണ്? ഹ്യൂമറസിനകത്തെ ലാറ്ററൽ ഷാഫ്റ്റിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുള്ളത്? ഒരു ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി. എന്തിനു വേണ്ടിയാണ്? ആ ഡെൽറ്റോയിഡ് മസിലിന്റെ അറ്റാച്ച്മെന്റ് കാര്യത്തിന് വേണ്ടിയാണ് അവരുടെ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി ഉള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബോൺ ഈസ് മീഡിയൽ ഇൻ ദി ഫോറാം? ഫോറാമില് മീഡിയൽ ആയിട്ട് നിൽക്കുന്ന ബോൺ ഏതാണ്? ഓപ്ഷൻ എ റേഡിയസ്, ഓപ്ഷൻ ബി അൾന, ഓപ്ഷൻ സി സ്കേപ്പുല, ഓപ്ഷൻ ഡി മെറ്റാകാർപ്പൽ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അൾനയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പോയിന്റഡ് പ്രോസസ് ഓഫ് ദി ലോവർ എക്സ്ട്രീമിറ്റി ഓഫ് ദി അൾന കാൾഡ്? അൾനയുടെ ലോവർ എക്സ്ട്രീമിറ്റിയിലേക്ക് ഒരു പോയിന്റഡ് പ്രോസസ് കാണാൻ പറ്റും. ആ പോയിന്റഡ് പ്രോസസിന്റെ പേര് എന്താണ്? ഓപ്ഷൻ എ ഓൾക്രിനോൺ പ്രോസസ്, ഓപ്ഷൻ ബി കോറനോയിഡ് പ്രോസസ്, ഓപ്ഷൻ സി സ്റ്റൈലോയിഡ് പ്രോസസ്, ഓപ്ഷൻ ഡി റേഡിയൽ ട്യൂബറോസിറ്റി. എന്താണ് നമുക്ക് പ്രോസസ് എന്ന് പറയുമ്പോൾ? അൾനയുടെ പ്രോസസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എൽബോ ജോയിന്റ് എന്ന് ഓർമ്മ വരരുത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലോവർ എക്സ്ട്രീമിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അൾനയുടെ ലോവർ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് വരും. ഇവിടെയുള്ള പോയിന്റഡ് പ്രോസസിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ സി സ്റ്റൈലോയിഡ് പ്രോസസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദി റേഡിയസ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദി ക്യാപിറ്റുലം ഓഫ് ദി ഹ്യൂമറസ്? ഏത് പാർട്ടാണ്, റേഡിയസിന്റെ ഏത് പാർട്ടാണ് ഹ്യൂമറസിന്റെ ക്യാപിറ്റുലവുമായിട്ട് പോയി അറ്റാച്ച്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ നെക്ക്, ഓപ്ഷൻ ബി ഹെഡ്, ഓപ്ഷൻ സി സ്റ്റൈലോയിഡ് പ്രോസസ്, ഓപ്ഷൻ ഡി റേഡിയൽ ട്യൂബറോസിറ്റി. ഏതാ ആൻസർ? ഓപ്ഷൻ ബി ഹെഡ് ആണ്. ആ ഹെഡ് എങ്ങനെയുള്ളതാണ്? ബട്ടൺ ഷേപ്ഡ് ഹെഡ് ആണ് ആർക്കുള്ളത്? റേഡിയസിന് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കണക്ട്സ് ദി റേഡിയസ് ആൻഡ് അൾന എലോങ് ദ ഷാഫ്റ്റ്? റേഡിയസിന്റെയും അൾനയുടെയും ഷാഫ്റ്റിലൂടെ അവയെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന്റെ പേരെന്താണ്? എന്തുകൊണ്ടാണ് കണക്ഷൻ നടക്കുന്നത്? ഓപ്ഷൻ എ സ്പൈറൽ ഗ്രൂവ്, ഓപ്ഷൻ ബി ഇന്ററോസിയസ് ലിഗമെന്റ്, ഓപ്ഷൻ സി ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി, ഓപ്ഷൻ ഡി റേഡിയൽ നോച്ച്. ഏതാ ആൻസർ? ഓപ്ഷൻ ബി ഇന്ററോസിയസ് ലിഗമെന്റ് ആണ്. ഇനി ഇന്ററോസിയസ് ലിഗമെന്റ് അല്ല മെംബ്രെയിൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാം കേട്ടോ. മെംബ്രെയിൻ എന്നും ചില നോട്ട്സിൽ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി കാർപ്പൽ ബോൺസ് ആർ ദെയർ ഇൻ വൺ റിസ്റ്റ്? ഒരു റിസ്റ്റിൽ നമുക്ക് എത്ര കാർപ്പൽ ബോൺസ് ഉണ്ട്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 12. എത്ര എണ്ണം ഉണ്ട്? ഓപ്ഷൻ ബി 8 എണ്ണമാണ് കാർപ്പൽ ബോൺസ് ഉള്ളത്. രണ്ട് റിസ്റ്റിലും കൂടെ ആകുമ്പോൾ 16 കാർപ്പൽ ബോൺസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കാർപ്പൽ ബോൺ ഈസ് ബോട്ട് ഷേപ്ഡ്? ബോട്ട് ഷേപ്പിൽ കാണുന്ന കാർപ്പൽ ബോൺ ഏതാണ്? ഓപ്ഷൻ എ ലിയോണേറ്റ്, ഓപ്ഷൻ ബി സ്കാഫോയിഡ്, ഓപ്ഷൻ സി പിസിഫോം, ഓപ്ഷൻ ഡി ഹാമിറ്റ്. ഏതാണ്? ഓപ്ഷൻ ബി സ്കാഫോയിഡ് ആണ് ബോട്ട് ഷേപ്പിൽ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കാർപ്പൽ ബോൺ ഹാസ് ക്രസന്റ് ഷേപ്പ്? ക്രസന്റ് ഷേപ്പിൽ കാണുന്ന കാർപ്പൽ ബോൺ ഏതാണ്? ഓപ്ഷൻ എ ട്രപ്പീസിയം, ഓപ്ഷൻ ബി ട്രപ്പീസോയിഡ്, ഓപ്ഷൻ സി ലിയോണേറ്റ്, ഓപ്ഷൻ ഡി സ്കാഫോയിഡ്. അപ്പോൾ ക്രസന്റ് എന്ന് പറയുമ്പോൾ മൂണിന്റെ ക്രസന്റ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ലൂണാർ എന്നൊക്കെ പറഞ്ഞ എന്താണ്? മൂണുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ബോണിന്റെ പേര് ല്യൂണേറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മെറ്റാകാർപ്പൽ ബോൺസ് ആർ ദെയർ ഇൻ വൺ ഹാൻഡ്? ഒരു കയ്യിൽ എത്ര മെറ്റാകാർപ്പൽ ബോൺസ് ഉണ്ട്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 8. എത്രയാണ്? 5 വിരലുള്ളത് കൊണ്ട് 5 മെറ്റാകാർപ്പൽ ബോൺസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫെലാഞ്ചസ് ആർ ഇൻ വൺ ഹാൻഡ്? ഒരു കയ്യിൽ എത്ര ഫെലാഞ്ചസ് ഉണ്ട്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 16. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൈ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 മടക്കുണ്ട് അല്ലേ? അപ്പൊ 3 എണ്ണം ഉണ്ട്. സോ എന്താണ് 5 വിരലുള്ളത് കൊണ്ട് 15 എണ്ണം വരേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു എന്താണ്
തമ്പിനകത്ത് 2 എണ്ണ ഉള്ളതുകൊണ്ട് 14 ആയിപ്പോയി. ഓപ്ഷൻ സി ആണ് ആൻസർ. മറന്നു പോകുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദി ഫലാഞ്ചസ് ടേപ്പേഴ്സ് ടുവേർഡ്സ് ദി ഡിസ്റ്റൽ എൻഡ്? ഏത് പാർട്ട് ഓഫ് ഫലാഞ്ചസ് ആണ് ഡിസ്റ്റൽ എൻഡിലേക്ക് വരുമ്പോൾ ടേപ്പർ ചെയ്ത് വരുന്നത്? ഓപ്ഷൻ എ ഷാഫ്റ്റ്, ഓപ്ഷൻ ബി ബേസ്, ഓപ്ഷൻ സി ഹെഡ്, ഓപ്ഷൻ ഡി ട്യൂബക്കിൾ. ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഷാഫ്റ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കാർപ്പൽ ബോൺ ആർട്ടിക്കുലേറ്റ് വിത്ത് ദ റേഡിയസ് അറ്റ് ദി റിസ്റ്റ് ജോയിന്റ്? റിസ്റ്റ് ജോയിന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയസുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന കാർപ്പൽ ബോൺ ഏതാണ്? ഓപ്ഷൻ എ സ്കാഫോൾഡ് ആൻഡ് ല്യൂണേറ്റ്, ഓപ്ഷൻ ബി പിസിഫോം ആൻഡ് ഹാമേറ്റ്, ഓപ്ഷൻ സി ട്രപ്പീസിയം ആൻഡ് ട്രപ്പീസോയിഡ്, ഓപ്ഷൻ ഡി കാപ്പിറ്റേറ്റ് ആൻഡ് ല്യൂണേറ്റ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്കാഫോൾഡ് ആൻഡ് ല്യൂണേറ്റ്. ഇവർ രണ്ടും, അതായത് വള്ളവും ചന്ദ്രനും, രണ്ടും വള്ളത്തിന്റെ ഷേപ്പിൽ, ചന്ദ്രനും ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. സോ വള്ളത്തിന്റെ ഷേപ്പിലുള്ള ബോണും ക്രസന്റ് മൂണിന്റെ ഷേപ്പിലുള്ള ബോണും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? റിസ്റ്റ് ബോൺ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബോൺ ഹാസ് എ റേഡിയൽ ട്യൂബറോസിറ്റി ഫോർ ദ അറ്റാച്ച്മെന്റ് ഓഫ് ദി ബൈസെപ്സ് ടെൻഡൻ? ബൈസെപ്സ് ടെൻഡൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയൽ ട്യൂബറോസിറ്റി ഉള്ള ബോൺ ഏതാണ്? ഓപ്ഷൻ എ അൾന, ഓപ്ഷൻ ബി റേഡിയസ്, ഓപ്ഷൻ സി ഹ്യൂമറസ്, ഓപ്ഷൻ ഡി സ്കേപ്പുല. ഏതാ ആൻസർ? ഓപ്ഷൻ ബി റേഡിയസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി ഓൾക്ലനോൺ പ്രോസസ് ഓഫ് ദി അൾന ഫിറ്റ് ഇൻ ടു വെൻ ദി എൽബോ ഈസ് സ്ട്രൈറ്റ്? എൽബോ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അൾനയിലുള്ള ഓൾക്ലനോൺ പ്രോസസ്സ് ഒരു സ്ഥലത്ത് കയറി ഫിറ്റ് ആവുമെന്ന് പറഞ്ഞു. അത് ഏതാണ് ആ സ്ഥലം? ഓപ്ഷൻ എ കോറനോയിഡ് ഫോസ, ഓപ്ഷൻ ബി ഓൾക്ലനോൺ ഫോസ, ഓപ്ഷൻ സി റേഡിയൽ നോച്ച്, ഓപ്ഷൻ ഡി ട്രോക്ലിയ. ഏതാ ആൻസർ? ഓപ്ഷൻ ബി ഓൾക്ലനോൺ ഫോസയാണ് ആൻസർ. ഇത് എവിടെയാ കാണുന്നത്? ഹ്യൂമറസിലാണ് ഈ ഒരു ഓൾക്ലനോൺ പ്രോസസ് കാണുന്നത്. അതുപോലെ കോറനോയിഡ് പ്രോസസ്സ് കയറാൻ വേണ്ടിയിട്ട് ഹ്യൂമറസിനകത്ത് എന്തുണ്ട്? കോറനോയിഡ് ഫോസയും ഉണ്ട്. രണ്ടും ഹ്യൂമറസിനകത്താണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി റോസ് ഓഫ് ബോൺസ് ഫോം ദി കാർപ്പസ്? കാർപ്പസിൽ എത്ര റോസ് ഓഫ് ബോൺസ് ഉണ്ട്? കാർപ്പസ് എന്ന് വെച്ചാൽ റിസ്റ്റ് എന്നാണ് അർത്ഥം കേട്ടോ. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. 2 റോയിലായിട്ടാണ് 8 ബോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബോൺസ് ഫോം ദി പാം ഓഫ് ദി ഹാൻഡ്? ഹാൻഡിന്റെ പാം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ബോൺസ് ആണ് വരുന്നത്? ഓപ്ഷൻ എ കാർപ്പൽ, ഓപ്ഷൻ ബി മെറ്റാകാർപ്പൽ, ഓപ്ഷൻ സി ഫലാഞ്ചസ്, ഓപ്ഷൻ ഡി ടാഴ്സൽസ്. ഏതാണ്? ഓപ്ഷൻ ബി മെറ്റാകാർപ്പൽസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബോൺ ഈസ് കോമൺലി റെഫർഡ് ടു ആസ് ദി കോളാർ ബോൺ? കോളാർ ബോൺ എന്ന് വിളിക്കുന്ന ബോൺ ഏതാണ്? ഓപ്ഷൻ എ സ്കേപ്പുല, ഓപ്ഷൻ ബി ക്ലേവിക്കിൾ, ഓപ്ഷൻ സി സ്റ്റേർണം, ഓപ്ഷൻ ഡി ഹ്യൂമറസ്. ഏതാ ആൻസർ? ഓപ്ഷൻ ബി ക്ലേവിക്കിൾ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി സ്കാപ്പുല? സ്കാപ്പുലയുടെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ടു ഫോം ദി എൽബോ ജോയിന്റ്, ഓപ്ഷൻ ബി ടു സ്റ്റെബിലൈസ് ദി ഷോൾഡർ ഡ്യൂറിംഗ് മോഷൻ, ഓപ്ഷൻ സി ടു കണക്ട് ദി റേഡിയസ് ആൻഡ് അൾന, ഓപ്ഷൻ ഡി ടു ആർട്ടിക്കുലേറ്റ് വിത്ത് ദി ക്ലേവിക്കിൾ. എന്താ ഫംഗ്ഷൻ? ഷോൾഡർ മൂവ്മെന്റ് സമയത്ത് അതിന്റെ മൂവ്മെന്റിനെ എല്ലാം സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്കാപ്പുലയുടെ ഫംഗ്ഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്ട്രക്ചർ പാസസ് ത്രൂ ദ റേഡിയൽ ഗ്രൂവ് ഓഫ് ദി ഹ്യൂമറസ്? ഹ്യൂമറസിന്റെ റേഡിയൽ ഗ്രൂവിൽ കൂടി പാസ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്? ഓപ്ഷൻ എ അൾനാർ നെർവ്, ഓപ്ഷൻ ബി റേഡിയൽ നെർവ്, ഓപ്ഷൻ സി മീഡിയൻ നെർവ്, ഓപ്ഷൻ ഡി മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ്. ഏതാ ആൻസർ? ഓപ്ഷൻ ബി റേഡിയൽ നെർവ് ആണ്. അപ്പോൾ അത് മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ് എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. അത് മസ്കുലോ സ്പൈറൽ നെർവ് ആയിരുന്നു, മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ് അല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി ജോയിന്റ് ഫോംഡ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ബോൺസ്? കാർപ്പൽ ബോൺസും മെറ്റാകാർപ്പൽ ബോൺസും കൂടി തമ്മിൽ ഒരു ജോയിന്റ് ഫോം ചെയ്യുന്നുണ്ട്. ജോയിന്റിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ്, ഓപ്ഷൻ ബി ഇന്റർഫെലാഞ്ചിയൽ ജോയിന്റ്, ഓപ്ഷൻ സി റിസ്റ്റ് ജോയിന്റ്, ഓപ്ഷൻ ഡി ഗ്ലീനോ ഹ്യൂമറൽ ജോയിന്റ്. എന്താണ്? ഓപ്ഷൻ എ കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ് എന്നാണ് പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി ഷോൾഡർ ഗേർഡിൽ. ഷോൾഡർ ഗേർഡിലിനെ സംബന്ധിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ദ ഷോൾഡർ ഗേർഡിൽ കൺസിസ്റ്റ് ഓഫ് ക്ലേവിക്കിൾ ആൻഡ് സ്കേപ്പുല. ക്ലേവിക്കിളും സ്കാപ്പുലയും കൂടെ കൺസിസ്റ്റ് ചെയ്തിട്ടാണ് ഷോൾഡർ ഗേർഡിൽ ഉണ്ടാവുന്നത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ദ ക്ലേവിക്കിൾ ഫോംസ് ദി പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ഷോൾഡർ ഗേർഡിൽ. ഷോൾഡർ ഗേർഡിലിന്റെ പോസ്റ്റീരിയർ പാർട്ടിലാണ് ക്ലേവിക്കിൾ എന്നാണ്. തെറ്റാണ്, ആന്റീരിയർ പാർട്ടിലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, സ്കാപ്പുല കണക്ട് വിത്ത് ദ ക്ലേവിക്കിൾ അറ്റ് ദ ടിപ്പ് ഓഫ് ദി അക്രോമിയൻ. സ്കാപ്പുലയും ക്ലേവിക്കിൾ തമ്മിൽ അക്രോമിയൻ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ക്ലേവിക്കിൾ ഈസ് ഓൾസോ നോൺ ആസ് കോളാർ ബോൺ. കോളാർ ബോൺ എന്നും ആരെ വിളിക്കുന്നുണ്ട്? ക്ലേവിക്കിളിനെ വിളിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്.
സോ 1, 3, 4 ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ ബി ഓൺലി 1, 3 ആൻഡ് 4 ആർ കറക്റ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഹ്യൂമറസ്. ഹ്യൂമറസിനെ സംബന്ധിച്ച് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഹ്യൂമറസ് ഈസ് ദ ലോങ്സ്റ്റ് ബോൺ ഇൻ ദ അപ്പർ ലിംബ്. അപ്പർ ലിംബിലെ ഏറ്റവും ലോങ്സ്റ്റ് ബോൺ ആണ് ഹ്യൂമറസ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ മീഡിയൽ ആസ്പെക്ട് ഓഫ് ദി ഷാഫ്റ്റ്. മീഡിയൽ ആസ്പെക്ട് അല്ല, ലാറ്ററൽ ആസ്പെക്ട് ആണ് ശരി. അപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇൻകറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റേഡിയൽ ഗ്രൂവ് ഓൺ ദ ഹ്യൂമറസ് പ്രൊവൈഡ്സ് പാസേജ് ടു ദ റേഡിയൽ നെർവ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആ റേഡിയൽ ഗ്രൂവിൽ കൂടെ തന്നെയാണ് റേഡിയൽ നെർവ് പോകുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദ ലോവർ എക്സ്ട്രീമിറ്റി ഓഫ് ദ ഹ്യൂമറസ് ആർട്ടിക്കുലേറ്റ് വിത്ത് ബോത്ത് ദ റേഡിയസ് ആൻഡ് അൾന. ഹ്യൂമറസിന്റെ ലോവർ എക്സ്ട്രീമിറ്റി റീജിയൻ അൾനയും റേഡിയസുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ 1, 3, 4 കറക്റ്റ് ആയി, 2 മാത്രം നമുക്ക് തെറ്റിപ്പോയി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓൺലി 2 ഈസ് ഇൻകറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി അൾന. അൾനയെ സംബന്ധിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അൾന ഈസ് ദ മീഡിയൽ ബോൺ ഓഫ് ദി ഫോറാം. ഫോറാമിലുള്ള മീഡിയൽ ബോൺ ആണ് അൾന. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്റ്റൈലോയിഡ് പ്രോസസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി അപ്പർ എക്സ്ട്രീമിറ്റി ഓഫ് ദി അൾന. സ്റ്റൈലോയിഡ് പ്രോസസ് ഇവിടെയാണ് വരുന്നത്. സോ അൾനയുടെ ലോവർ എക്സ്ട്രീമിറ്റി റീജിയനിലാണ് സ്റ്റൈലോയിഡ് പ്രോസസ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഓൾക്ലനോൺ പ്രോസസ് ഓഫ് ദി അൾന ഫിറ്റ്സ് ഇൻടു ദി ഓൾക്ലനോൺ ഫോസ ഓഫ് ദി ഹ്യൂമറസ് വെൻ ദി എൽബോ ഈസ് സ്ട്രെയിറ്റ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കോറനോയിഡ് പ്രോസസ് ഫിറ്റ്സ് ടു ദി കോറനോയിഡ് ഫോസ ഓഫ് ദി ഹ്യൂമറസ് വെൻ ദി എൽബോ ഈസ് ബെൻഡ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ 1, 3, 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ റേഡിയസ്. റേഡിയസിനെ സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റേഡിയസ് ഈസ് ദി ലാറ്ററൽ ബോൺ ഓഫ് ദി ഫോറാം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റേഡിയൽ ട്യൂബറോസിറ്റി പ്രൊവൈഡ്സ് അറ്റാച്ച്മെന്റ് ടു ദി ടെൻഡൻ ഓഫ് ദി ബൈസെപ്സ് മസിൽ. റേഡിയൽ ട്യൂബറോസിറ്റി ബൈസെപ്സ് മസിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഷാഫ്റ്റ് ഓഫ് ദ റേഡിയസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്. റേഡിയസിന്റെ ഷാഫ്റ്റ് ഇൻവേർഡ് അല്ല, ഔട്ട്വേർഡിലായിട്ട് ചെറിയൊരു കർവാണ് ഉള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലോവർ എക്സ്ട്രീമിറ്റി ഓഫ് ദ റേഡിയസ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദി സ്കാഫോൾഡ് ആൻഡ് ല്യൂണേറ്റ് ബോൺസ്. അപ്പോൾ റേഡിയസിന്റെ ലോവർ എക്സ്ട്രീമിറ്റി വന്നിട്ട് സ്കാഫോൾഡ് ബോട്ട് ഷേപ്ഡ് ബോണിലും അതുപോലെ ല്യൂണാർ ക്രസന്റ് മൂൺ ഷേപ്ഡ് ബോൺസുമായിട്ടും അറ്റാച്ച് ചെയ്തിട്ട് റിസ്റ്റ് ജോയിന്റ് ഫോം ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ 1, 2, 4 കറക്റ്റ് ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻകറക്റ്റ് ആണ്. സോ 3 ആണ് ഇൻകറക്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ബോൺസ് ഓഫ് ദി ഹാൻഡ്. ഹാൻഡിന്റെ ബോൺസിനെ സംബന്ധിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കാർപ്പസ് കൺസിസ്റ്റ് ഓഫ് 8 ബോൺസ് അറേഞ്ച്ഡ് ഇൻ 2 ബോൺസ്. കാർപ്പസ് റിസ്റ്റിനകത്ത് നമുക്ക് 8 ബോൺസ് ഉണ്ട്. 2 റോസ് ആയിട്ടാണ് ആ 8 ബോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മെറ്റാകാർപ്പൽസ് ആർ ഷോർട്ട് ബോൺസ് ഫോമിംഗ് ദ സ്കെലിട്ടൺ ഓഫ് ദി പാം. പാമിന്റെ സ്കെലിട്ടൺ മേഡ് ചെയ്യുന്ന മെറ്റാകാർപ്പൽസ് ഷോർട്ട് ബോൺ ആണെന്നാണ് പറയുന്നത്. ഷോർട്ട് അല്ല, ലോങ് ബോൺസ് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫെലാഞ്ചസ് ആർ ലോങ് ബോൺസ് വിത്ത് എ ഷാഫ്റ്റ് ആൻഡ് 2 എക്സ്ട്രിമിറ്റീസ്. ഫെലാഞ്ചസ് ലോങ് ബോൺസ് ആണ്, ഷാഫ്റ്റും അതുപോലെ 2 എക്സ്ട്രിമിറ്റീസും ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലൂണേറ്റ് ബോൺ ഈസ് ക്രസന്റ് ഷേപ്പ് ആൻഡ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദി റേഡിയസ്. ലൂണേറ്റ് ബോൺ, ലൂണേറ്റ് എന്ന് പറയുമ്പോൾ ക്രസന്റ് മൂൺ ഷേപ്പ് ആണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ 1, 3, 4 കറക്റ്റ് ആയി. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷനും റീസണും ആണ്. അസേർഷൻ പറയുന്നത് ഷോൾഡർ ഗാർഡിൽ കണക്ട്സ് ഇൻ സ്കെലട്ടൺ ഓഫ് ദി അപ്പർ ലിംബ് ടു ദി ട്രങ്ക്. ഷോൾഡർ ഗാർഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അപ്പർ ലിംബും ട്രങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. റീസൺ പറയുന്നത് ഷോൾഡർ ഗാർഡിൽ ഈസ് കമ്പോസ്ഡ് ഓഫ് ക്ലേവിക്കൽ ആൻഡ് സ്കേപ്പുല വിച്ച് പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് പോയിന്റ്സ് ഓഫ് ദി വേരിയസ് മസിൽ. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ നമുക്ക് എ ആണ്. ബോത്ത് അസേർഷനും റീസണും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അസേർഷൻ പറയുന്നു ദ ക്ലേവിക്കൽ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ട്രാൻസ്മിറ്റിംഗ് ഫോഴ്സ് ഫ്രം ദി അപ്പർ ലിംബ് ടു ദി ആക്സിയൽ സ്കെലട്ടൺ. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. റീസൺ പറയുന്നത് ക്ലേവിക്കൽ ആർട്ടിക്കുലേറ്റ് വിത്ത് ദ സ്റ്റേർണം അറ്റ് ഇറ്റ്സ് മീഡിയൽ എക്സ്ട്രീമിറ്റി ആൻഡ് വിത്ത് ദ സ്കേപ്പുല അറ്റ് ഇറ്റ്സ് ലാറ്ററൽ എക്സ്ട്രീമിറ്റി. ക്ലേവിക്കൽ
സ്റ്റേണവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു യൂസിങ് മീഡിയൽ എക്സ്ട്രീമിറ്റി. ഇനി സ്കേപ്പുലയുമായിട്ട് എന്താണ് അക്രോമിയൻ പ്രോസസ്സിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ലാറ്ററൽ എക്സ്ട്രീമിറ്റി ആണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ പറയുന്നത് ഹ്യൂമറസ് ഇസ് ദ ലോങ്സ്റ്റ് ബോൺ ഇൻ ദി അപ്പർ ലിംബ്. അപ്പർ ലിംബിലെ ലോങ്സ്റ്റ് ബോൺ ആണ് ഹ്യൂമറസ്. സ്റ്റേറ്റ്മെന്റ് അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ പറയുന്നു ഹ്യൂമറസ് കണ്ടെയ്ൻസ് ദ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി വിച്ച് പ്രൊവൈഡ്സ് അറ്റാച്ച്മെന്റ് ടു ദ സുപ്പിനേറ്റർ മസിൽ. സുപ്പിനേറ്റർ മസിൽ നമ്മൾ റേഡിയസ് മൾനെയും പറഞ്ഞായിരുന്നു. അപ്പോൾ റീസൺ ഇവിടെ എന്താണ്, റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോ അസേർഷൻ മാത്രം ശരി, റീസൺ ഫോൾസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ പറയുന്നത് അൾന ഈസ് ദി മീഡിയൽ ബോൺ ഓഫ് ദി ഫോറാം ആൻഡ് ഈസ് ലോങ്ങർ ദാൻ ദി റേഡിയസ്. അൾന മീഡിയൽ ബോൺ ഓഫ് ദി ഫോറാം ആണ്, അതുപോലെ റേഡിയസിനേക്കാളും നീളം കൂടുതലുമാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ പറയുന്നു ദി അൾന ഫോംസ് ദി എൽബോ ജോയിന്റ് വിത്ത് ദി ഹ്യൂമറസ് ആൻഡ് ഹാസ് ദി ഓൾക്രനൻ പ്രോസസ് ഫിറ്റിംഗ് ടു ദി ഓൾക്രനൻ ഫോസ when the elbow is straight. റീസൺ എന്താണ്, കറക്റ്റ് ആണ്. ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആണ്. റീസൺ എന്താണ്, കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ പറയുന്നത് റേഡിയസ് ഇസ് ദ ലാറ്ററൽ ബോൺ ഓഫ് ദി ഫോറാം ആൻഡ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദ കാർപ്പൽ ബോൺസ് ടു ഫോം ദി റിസ്റ്റ് ജോയിന്റ്. റേഡിയസ് റിസ്റ്റ് ജോയിന്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തുമായിട്ട് ചേർന്നിട്ടാണ്, കാർപ്പൽ ബോൺസുമായിട്ട് ചേർന്നിട്ടാണ്. റീസൺ പറയുന്നത് സ്കാഫോൾഡ് ആൻഡ് ല്യൂണേറ്റ് ബോൺസ് ഓഫ് ദി കാർപ്പസ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദ ലോവർ എക്സ്ട്രീമിറ്റി ഓഫ് ദ റേഡിയസ് ടു ഫോം ദി റിസ്റ്റ് ജോയിന്റ്. റീസൺ കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ബോത്ത് റീസണും അസേർഷനും കറക്റ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു അപ്പർ ലിംബുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. വേറൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.